Good morning everyone. Welcome to Ada 24/7 Malayalam channel. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. വെൽക്കം ടു ദ ഹിന്ദു എഡിറ്റോറിയൽ സെഷൻ ഓഫ് 17 ജനുവരി 2022. അപ്പോൾ എല്ലാവർക്കും വെൽക്കം, നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ ചെയ്യാണ്. മൺഡേ ടു ഫ്രൈഡേ 9 to 10 ആണ് നമ്മുടെ സമയം. ഇന്ന് കുറച്ച് വൈകി, ഐ എം സോ സോറി, ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, ഫ്രേസൽ വെർബ്, ഇഡിയംസിലോട്ടൊക്കെ പോകും. എന്നിട്ട് നമ്മൾ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡിസ്കസ് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട്. അവിടുത്തെ ഗ്രാമർ സ്ട്രക്ചേഴ്സ്, അതുപോലെ ടോൺ ഓഫ് ദ ആർട്ടിക്കിൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. ഇന്ന് ഒരു ഹോംവർക്ക് തരും. സോ ഈ സെഷൻ്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും, അത് ബാങ്കിങ് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടായിക്കോട്ടെ, കേരള PSC എക്സാംസ്, ഏത് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളിത് സഹായകമാക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കോംപ്രിഹെൻസീവ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, സ്പീക്കിംഗ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, ഒബ്വിയസ്ലി റൈറ്റിംഗ് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ നിങ്ങൾക്ക്, അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്കൊന്ന് പാച്ചപ്പ് ചെയ്തെടുക്കാൻ ഈ സെഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ മൺഡേ ആണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നല്ല വീക്കെൻഡ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും. അപ്പോൾ നമ്മുടെ കോഴ്സുകൾ, ഏതൊരു കോഴ്സോ അല്ലെങ്കിൽ ഏതൊരു ടെസ്റ്റ് സീരീസോ ഇ ബുക്കോ ഒക്കെ 17% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് Ada 24/7 ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ നേരെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. Y314 എന്നാണ് നമ്മുടെ കോഡ്, Y314 എന്നാണ് നമ്മുടെ കോഡ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, നിങ്ങൾക്കറിയാം. അസസ്മെന്റ് ഉള്ള പ്രീമിയം പാക്ക് ഉണ്ട്, പ്രീമിയം ബാച്ച് ഉണ്ട്. അതല്ലാതെ നമുക്ക് വിതൗട്ട് അസസ്മെന്റ് ഒരു പാക്ക് ഉണ്ട്, ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. 10 ദിവസത്തെ ക്ലാസ് ആണ്. 25-ാം തീയതിയോടെ നമ്മൾ അവസാനിക്കും. ജനുവരി 14-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. കൂടാതെ 10th ലെവൽ പ്രിലിംസിൻ്റെ VFA, ബെവറേജ് LD പോലെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 10-നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാം. ഏപ്രിൽ മെയ് മാസമാണ് എക്സാം വരിക. ഓക്കെ, സോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരു പുതിയ ബാച്ചോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, സെലക്ഷൻ ബാച്ച്. അപ്പോൾ 31st-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 3 ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇനിയും ലൈവ് ക്ലാസ്സിൽ കൂടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട്. ഇത് നമ്മുടെ 8ാമത്തെ ബാച്ചാണ്. ഈവനിങ് ടൈമാണ് കൂടുതൽ നമ്മൾ സമയം വെച്ചേക്കുന്നത്. ഒരു ഉച്ചയ്ക്കുള്ള ഒരു സമയമുണ്ട് 2 മണിക്ക്, ബാക്കി 6 മണിക്ക് ഒരു സമയം, പിന്നെ 8:30-ക്കാണ് സമയം വെച്ചേക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനിയും നമുക്ക് സമയമുണ്ട്. സോ ലെറ്റ്സ് പ്രിപ്പയർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിതൗട്ട് കോഡ് ടു ലേൺ യു ഹാവ് ടു ലിസൺ, ടു ഇംപ്രൂവ് യു ഹാവ് ടു ട്രൈ. അപ്പോൾ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിസൺ ചെയ്യണം. യു ഹാവ് ടു ബി എ ഗുഡ് ലിസണർ ഇഫ് യു വോണ്ട് ടു ലേൺ. പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നല്ലൊരു ലിസണർ ആവണം ആദ്യം. ഇനി നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിലോ യു ഹാവ് ടു ട്രൈ, ഗിവ് ഇറ്റ് എ ട്രൈ, അല്ലേ? നമ്മളതിനൊരു ചാൻസ് കൊടുക്കുക, ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രൈ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാനാ? സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോട്ട് ഇതായിരിക്കട്ടെ. നമ്മൾക്ക് നല്ലൊരു ലിസണർ ആകാം, നമുക്ക് ട്രൈ ചെയ്യാം, സോ ദാറ്റ് വി ക്യാൻ ഇംപ്രൂവ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 2 ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് നമ്മുടെ ടെസ്റ്റ് സീരീസ്, ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് സൗത്ത് ആഫ്രിക്ക വെച്ചിട്ടുള്ളൊരു വിന്നിനെ പറ്റിയാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ എന്താണ്, ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസിനെ പറ്റി ഞാൻ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് വിത്ത് ശ്രീലങ്ക, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്, നമ്മൾ അതാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. മറ്റ് ആർട്ടിക്കിൾ സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്, നിങ്ങൾ വായിച്ചു നോക്കുക. വൊക്കാബ് ഉണ്ട്, അതുപോലെ കുറച്ചധികം വൊക്കാബ് ഉണ്ട് ഇന്നത്, അതുകൊണ്ട് അതൊന്ന് വായിച്ചു നോക്കുക, നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ആർ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ആദ്യം തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കുറച്ചധികം ഉണ്ട്. ഇഡിയംസ് ആൻഡ് ഫ്രേസ് വെച്ച് നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യേണ്ട, നമ്മൾ സിനോണിംസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതുവരെ നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യേണ്ട. ലെറ്റ്സ് റീഡ് ആൻഡ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇഡിയം ആൻഡ് ഫ്രേസിൽ ആദ്യം വന്നിരിക്കുന്നത് ട്വിസ്റ്റ് ദ നൈഫ് എന്നാണ്. ട്വിസ്റ്റ് ദ നൈഫ് അല്ലെങ്കിൽ ടേൺ ദ നൈഫ്. ട്വിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടേൺ ദ നൈഫ് എന്ന് പറയുന്ന ഒരു യൂസേജ് ഉണ്ട്. മീനിങ് ഇതാണ്: ഡെലിബറേറ്റ്ലി ഡു ഓർ സേ തിങ്സ് വിച്ച് മേക്ക് എ സിറ്റുവേഷൻ ഈവൻ വേഴ്സ് ഫോർ സംവൺ. നമുക്കറിയാം, ഒരാളുടെ മേത്ത് നമ്മൾ കുത്തി കയറ്റുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരാളെ വേദനിപ്പിക്കാം. അപ്പോൾ കുത്തി കയറ്റിയ കത്തി എടുത്തിട്ട് നമ്മൾ തിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൂടുതൽ വേദനിപ്പിക്കുക. മേക്കിംഗ് എ പേഴ്സൺ വേഴ്സ് അല്ല, ദ സിറ്റുവേഷൻ ഈവൻ വേഴ്സ് ഫോർ എ പേഴ്സൺ. ആ ആൾക്ക് കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുവാനുള്ള നമ്മൾ ചെയ്യുന്നതാണ് ട്വിസ്റ്റ് നൈഫ് എന്ന് പറയാം. ട്വിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേൾക്കും.
ടേൺ ദ നൈഫ് എന്ന് പറഞ്ഞാലും ട്വിസ്റ്റ് ദ നൈഫ് എന്ന് പറഞ്ഞാലും ഇതേ മീനിങ് ആണ് കേട്ടോ. ട്വിസ്റ്റ് ഓർ ടേൺ ദ നൈഫ് ഒരേ മീനിങ് അല്ലേ ട്വിസ്റ്റിനും ടേണിനും. സോ ട്വിസ്റ്റ് ദ നൈഫ് ഓർ ടേൺ ദ നൈഫ് എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ്ലി ഡു ഓർ സേ തിങ്സ് വിച്ച് മേക്ക് എ സിറ്റുവേഷൻ ഈവൻ വേഴ്സ് ഫോർ സംവൺ. ഓക്കെ, ക്ലിയർ? യെസ്. ഉണ്ട് വിനീത, ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എനിക്കറിയില്ല വിനീത ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ടെസ്റ്റ് സീരീസ് വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു തന്നിട്ട്, പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ആയിട്ടില്ല. ഇന്നലെ അവർ ലീവാണ്, ടെക്നിക്കൽ ടീംസ് എല്ലാം ലീവായിരുന്നു. അപ്പോൾ ഒരു കോഡ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് ശരിയാവില്ല. ആ കോഡ് അപ്ലൈ ചെയ്ത് നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടും, 6 more months എക്സ്റ്റൻഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് പകലൊന്ന് വിളിച്ച് ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ചെറിയ പേയ്മെൻറ്റ് വരും കേട്ടോ. കാര്യം 6 മാസത്തേക്ക് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ചെയ്ത് തരാം. അപ്പോൾ അതൊന്ന് ഞാൻ അറിയിക്കുന്നു കേട്ടോ. അയ്യോ രാഹുൽ, അത് പറ്റില്ല. ഇപ്പം റണ്ണിങ് ബാച്ചിലോട്ട് മാറാൻ പറ്റില്ല. ഇനി ഇപ്പം രാഹുൽ മേടിച്ച് സ്വാപ്പിംഗ് അലൗഡ് അല്ല. നമ്മൾ ഏത് ബാച്ചാണോ മേടിച്ച് ആ ബാച്ചിൽ തന്നെ നമുക്ക് നിൽക്കേണ്ടി വരും. നമുക്ക് സ്വാപ്പിംഗ് അലൗഡ് അല്ല കേട്ടോ. ഓക്കെ സച്ചിൻ, അത് തന്നെ ട്വിസ്റ്റ് നൈഫ് എരുതിയിൽ എണ്ണ ഒഴിക്കുക, അത് തന്നെ സച്ചിനെ, അത് തന്നെയാണ് കറക്റ്റ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ആക്ട് ഓൺ. ആക്ട് ഓൺ എന്തെങ്കിലും ഒരു ഇത് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്ക് ആക്ഷൻ അക്കോർഡിംഗ് ടു സംതിങ്. എന്താണ് ആക്ട് ഓൺ ആൻ ഇൻസിഡൻറ്റ്, ആക്ട് ഓൺ ആൻ എഗ്രിമെൻറ്റ്, ആക്ട് ഓൺ പേർപ്പസ്, ആക്ട് ഓൺ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആക്ഷൻ, ടേക്ക് ആക്ഷൻ അല്ലെങ്കിൽ ആക്ട് അക്കോർഡിംഗ്ലി എന്ന് പറയില്ലേ. ടേക്ക് ആക്ഷൻ അക്കോർഡിംഗ് ടു സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തോടനുസരിച്ച് അതനുസരിച്ച് നമ്മൾ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ആക്ട് ഓൺ എന്ന ഫ്രേസൽ വേർബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആക്ട് ഓൺ എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ് എന്താണ്? ടേക്ക് ആക്ഷൻ അക്കോർഡിംഗ് ടു സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തോട് അനുസൃതമായിട്ട്. സോ ആക്ട് ഓൺ കഴിഞ്ഞിട്ട് അവിടെ ഒരു നൗൺ വരും എപ്പോഴും. ആക്ട് ഓൺ എ പ്രോമിസ്, ആക്ട് ഓൺ എൻ ഇൻസിഡന്റ്, ആക്ട് ഓൺ എ ഡിസഗ്രിമെന്റ്, ആക്ട് ഓൺ എൻ അഗ്രിമെന്റ് എന്നുള്ള അർത്ഥമൊക്കെ വരുന്ന മീനിങ് വരുന്ന രീതിയിൽ. ഓക്കെ, സോ അതാണ് ആക്ട് ഓൺ പേർപ്പസ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും. അടുത്ത ഫ്രേസ് റീച്ച് ഔട്ട് ടു സംബഡി. റീച്ച് ഔട്ട് ടു സംബഡി എന്ന് പറയുമ്പോൾ 2 മീനിങ് ഉണ്ട്. ഒന്ന് നമുക്ക് യു ക്യാൻ ഓഫർ ഹെൽപ്പ് ടു സമ്മൺ അല്ലേ. യു ക്യാൻ റീച്ച് ഔട്ട് ടു സമ്മൺ എന്ന് പറഞ്ഞാൽ ഓഫർ ഹെൽപ്പ് സപ്പോർട്ട് ടു സമ്മൺ എന്നുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ ഇന്നാളെ ഒരു തവണ ഡിസ്കസ് ചെയ്ത ഓഫർ ഹെൽപ്പ് ഓർ സപ്പോർട്ട് ടു സമ്മൺ. സംബഡി എഴുതാം അല്ലേ. ഓക്കെ, സംബഡി ടു സംബഡി കേട്ടോ. എന്നാൽ റീച്ച് ഔട്ട് ടു സംബഡിക്ക് വേറൊരു മീനിങ് കൂടി ഉണ്ട്. അറ്റംപ്റ്റ് ടു എസ്റ്റാബ്ലിഷ് ഫ്രണ്ട്ലി റിലേഷൻസ്. ഹെൽപ്പ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഹെൽപ്പ് വേണം, നമുക്കിപ്പോൾ ഹെൽപ്പ് വേണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യക്ക് ഹെൽപ്പ് വേണം, മറ്റൊരു കൺട്രിയിൽ നിന്ന് ഹെൽപ്പ് വേണം എന്ന് വിചാരിക്കുക. എങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യും? ഒരു അലിഗേഷന് ഒരു അലയൻസിന് വേണ്ടി, സോറി നോട്ട് അലിഗേഷൻ, അലയൻസിന് വേണ്ടിയിട്ട് റീച്ച് ഔട്ട് ചെയ്യുകയാണ്. റീച്ച് ഔട്ട് ടു ചൈന, റീച്ച് ഔട്ട് ടു റഷ്യ, റീച്ച് ഔട്ട് ടു US എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്താ അർത്ഥം? ടു അറ്റംപ്റ്റ് ടു എസ്റ്റാബ്ലിഷ് ഫ്രണ്ട്ലി റിലേഷൻസ്. നമുക്കറിയാം നമുക്കൊരു ഹെൽപ്പ് അങ്ങോട്ട് വേണം, പിന്നീട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണമെങ്കിൽ വി ആർ റീച്ച് ഔട്ട് ടു സമ്മൺ, വി ആർ റീച്ചിങ് ഔട്ട് ടു സമ്മൺ എന്ന് പറഞ്ഞു. വി ആർ റീച്ചിങ് ഔട്ട് ടു സമ്മൺ എന്ന് പറഞ്ഞാൽ വി ആർ മേക്കിംഗ് ആൻ അറ്റംപ്റ്റ് ടു എസ്റ്റാബ്ലിഷ് ഫ്രണ്ട് റിലേഷൻ. നമ്മൾ മറ്റുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുവരെ നമുക്ക് വലിയ റിലേഷൻ ഇല്ല, അപ്പോൾ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നതിനെയാണ് റീച്ച് ഔട്ട് ടു സംബഡി അല്ലെങ്കിൽ സംബഡി എന്ന് പറയാം, സമ്മൺ ഓർ സംബഡി എന്ന് പറയാം. അല്ലെങ്കിൽ ഓഫർ ഹെൽപ്പ് സപ്പോർട്ട് ടു സംബഡി എന്നും കൂടി അർത്ഥമുണ്ട് കേട്ടോ. 2 രീതി മീനിങ് ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇന്ന് വന്നേക്കുന്ന അറ്റംപ്റ്റ് ടു എസ്റ്റാബ്ലിഷ് ഫ്രണ്ട്ലി റിലേഷൻസ് എന്ന മീനിങ് ആണ്. അപ്പോൾ 2 രീതിയിൽ മീനിങ് കൊണ്ട് 2 ആപ്ലിക്കബിൾ ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചോളാം. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഓപ്ഷനിൽ ഇത് വരുമ്പോൾ ഇത് രണ്ടെണ്ണോ എന്തായാലും ഒരുമിച്ച് വരില്ലല്ലോ. അപ്പോൾ വരുമ്പോൾ നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് പേപ്പർ ഓവർ. പേപ്പർ ഓവർ എന്ന മീനിങ് ഇതാണ്. പാച്ചപ്പ് ഓർ അറ്റംപ്റ്റ് ടു കൺസീൽ. ഇത്രേ ഉള്ളൂ. പാച്ചപ്പ് ഓർ അറ്റംപ്റ്റ് ടു കൺസീൽ. ഒന്ന് പാച്ചപ്പ് ചെയ്യുക, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കൺസീൽ ചെയ്യാൻ, തൽക്കാലത്തേക്ക് ഒന്ന് മൂടി വെക്കുകയാണ്. എന്ത് എസ്പെഷ്യലി മൂടി വെക്കുന്ന എന്തായിരിക്കും? ഡിസഗ്രിമെന്റോ ഡിഫറൻസോ എന്തെങ്കിലും പ്രോബ്ലം, ട്രബിൾ, ഡിഫിക്കൽട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ്, ഡിസഗ്രിമെന്റ്, അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പാച്ചപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൺസീൽ ചെയ്ത് മൂടി വെക്കുകയൊക്കെ ചെയ്യുന്നത്. സോ പേപ്പർ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി പാച്ചപ്പ് ഓർ അറ്റംപ്റ്റ് ടു കൺസീൽ. അപ്പോൾ എന്തിനായിരിക്കും കൺസീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് നോക്കുമ്പോൾ ഓർത്ത് വെച്ചാൽ മതി. എസ്പെഷ്യലി പേപ്പർ ഓവർ നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ പ്രോബ്ലം ആയിരിക്കാം, ട്രബിൾ ആയിരിക്കാം, ഡിഫറൻസ് ആകാം, അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് ആകാം. അങ്ങനെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങളെയാണ് നമ്മൾ പാച്ചപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസീൽ ചെയ്യാൻ, ഒളിച്ചു വെക്കാനൊക്കെ ശ്രമിക്കുന്നത്. ഓർത്ത് വെച്ചോണേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. Feb 27 ആണ് എക്സാം.
ആ രാഹുൽ, അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എക്സാമിൻ്റെ കാര്യം നമുക്ക് അറിയില്ല, ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്, ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അക്കോർഡിംഗ്ലി ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സെലക്ഷൻ ബാച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ 31 സ്റ്റാർട്ട് ചെയ്യും. 3 ക്ലാസ്സുകൾ തന്നെയായിട്ടാണ് പോകുന്നത്. 4 ക്ലാസ്സുകളിൽ 3 ക്ലാസ്സുകളായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അക്കോർഡിംഗ്ലി ചെയ്യും. എന്താ വെച്ചാൽ നമുക്ക് എക്സാമിന് എന്തായാലും എക്സാമിന് 10 ദിവസം മുമ്പ് നമുക്ക് ഇത് അറിയാൻ പറ്റും, എക്സാം നീട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ വല്ലതും കിട്ടിയാൽ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ബാച്ച് ഉണ്ടല്ലോ, നമ്മുടെ പ്രിപ്പറേഷൻ ബാച്ച് 50 ഡേയ്സിൻ്റെ മിഷൻ 50 ഡേയ്സിൻ്റെ ബാച്ച് പോലെ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അവൈലബിൾ ആക്കി തരും. കുറച്ചുകൂടി നേരത്തെ അവൈലബിൾ ആക്കി തരും. എക്സാം അങ്ങനെയാണ് നടന്നത്. അപ്പോൾ ആ രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. ആൻഡ് നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, പേഴ്സണലി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, നമ്മളത് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല രാഹുൽ, ആ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട കേട്ടോ. വി ആർ ഹിയർ വിത്ത് യു. ഓക്കെ, ഓർഡർ ചെയ്യാം. പാച്ചപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തുന്നി ചേർക്കുക എന്നുള്ളതല്ല. പാച്ചപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, ഒന്ന് എന്താ പറയുക, പാച്ചപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയില്ലേ, പാച്ച് വർക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതിൻ്റെ അർത്ഥം എന്താ? പാച്ചപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് സെറ്റാക്കുക അതാണ്. ഓക്കെ, അതാണ് കേട്ടോ. അടുത്താണ് ത്രോ അപ്പ്. ത്രോപ്പിന് പല മീനിങ് ഉണ്ട്. ത്രോപ്പ് നമ്മൾ ഇന്നാൾ പറഞ്ഞായിരുന്നു, വൊമിറ്റ് അല്ലേ. ത്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഫ്രേസൽ വേർബാണ് ത്രോപ്പിൻ്റെ അർത്ഥം. ത്രോപ്പിൻ്റെ അർത്ഥം നമ്മൾ വൊമിറ്റ് ചെയ്യുക, ഛർദ്ദിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അല്ലാതെ ത്രോപ്പിന് വേറെ അർത്ഥമുണ്ട്, ബിൽഡ് സംതിങ് സഡൻലി ഓർ ഇൻ എ ഹറി. പെട്ടെന്നൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്. പിന്നെ ത്രോ ഹിം അപ്പ് എന്നുള്ള അർത്ഥമുണ്ട്. ത്രോ ഹിം അപ്പ് എൻ്റെ ത്രോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൂളേഴ്സൊക്കെ മറ്റൊരു റൂളറെ ത്രോപ്പ് ചെയ്തു എന്നൊക്കെ പറയില്ല, ഓവർത്രോ ചെയ്യാൻ ത്രോപ്പ് ചെയ്തു എന്നൊക്കെ പറയില്ല. അങ്ങനെ മീനിങ്ങും ഉണ്ട്. പക്ഷെ അത് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞൊരു ദിവസം, ഐ തിങ്ക് ഒരു 2 ആഴ്ചയായി കാണും. പക്ഷെ ത്രോപ്പിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. ഇന്നത്തെ ഒരു രീതിയിൽ, ഇന്നത്തെ സെൻറ്റൻസിൽ മേക്ക് ചെയ്തേക്കുന്ന അനുസരിച്ച് വന്നേക്കുന്നത്, ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്ന അനുസരിച്ച് ത്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിൽഡ് സംതിങ് സഡൻലി ഓർ ഇൻ എ ഹറി. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒന്ന് ചെയ്യാം. ഒരു കാര്യം പെട്ടെന്ന് നമ്മളൊന്ന് ബിൽഡ് ചെയ്തെടുക്കുകയാണ്, ഒരു ധൃതിയിൽ ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാം ത്രോ. ഓക്കെ, അപ്പോൾ ത്രോപ്പിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. ബിൽഡ് സംതിങ് സഡൻലി ഓർ ഇൻ എ ഹറി എന്നൊരർത്ഥവും ഉണ്ട്, ഓർത്ത് വെച്ചോളാം. അടുത്താണ് ടേൺ ദ കോർണർ. ടേൺ ദ കോർണർ ഇഡിയമാണ്. ടേൺ ദ കോർണർ എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ ടു റിക്കവർ ഫ്രം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. വളരെ ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷൻ നിൽക്കുമായിരുന്നു, അവിടെ നമ്മളൊന്ന് റിക്കവറി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളൊന്ന് സ്റ്റാർട്ട് ടു റിക്കവർ ഫ്രം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു സീരിയസ് ഇൽനെസ്, ഒരു രോഗാവസ്ഥയിൽ കിടക്കുമായിരുന്നു, അല്ലെങ്കിൽ വയ്യാണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മളൊന്ന് റിക്കവർ ചെയ്യാനങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ യു ക്യാൻ സേ ടേൺ ദ കോർണർ എന്ന് പറയാം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ടേൺ ദ കോർണർ എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ ടു റിക്കവർ ഫ്രം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓർ സീരിയസ് ഇൽനെസ്. 2 മീനിങ് ഉണ്ട്. സീരിയസ് ഇൽനെസ് ആകാം, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആകാം. അങ്ങനെയുള്ളതിൽ നിന്ന് നമ്മളൊന്ന് റിക്കവറി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നു ടേൺ ദ കോർണർ എന്ന് പറയുന്നു കേട്ടോ. സോ ഓർത്ത് വെച്ചുള്ള ഇന്നത്തെ 6 ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ആണുള്ളത്. ടേൺ ദ നൈഫ് ഓർ ട്വിസ്റ്റ് ദ നൈഫ് ഒന്ന്, പിന്നെ ആക്ട് ഓൺ, റീച്ച് ഔട്ട് ടു സംബഡി, പേപ്പർ ഓവർ, ത്രോ അപ്പ്, അടുത്തത് ടേൺ ദ കോർണർ. ഇത്രയും ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് എന്നുള്ളത് നോട്ട് ഇറ്റ് ഔട്ട് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, മറന്നു പോരുതേ. ഗുഡ് മോർണിംഗ്. ഉണ്ട്. പാച്ചപ്പ് ദ പ്രോബ്ലം കറക്റ്റാണ്. ഒന്ന് സെറ്റാക്കുക, പ്രോബ്ലം ഒന്ന് സെറ്റാക്കി മാറ്റും. സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കുക അല്ലേ, അതല്ലേ, അത് തന്നെയാണ് പാച്ചപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. തട്ടിക്കൂട്ടിയ എല്ലാം പറയില്ലേ, നമ്മളൊന്ന് സെറ്റാക്കി മാറ്റുകയാണ്. ദാറ്റ്സ് ഇറ്റ്, കറക്റ്റാണ്. പാച്ചപ്പ് എ പ്രോബ്ലം പറയും, പാച്ചപ്പ് എ റിലേഷൻഷിപ്പ് പറയാം, നോ പ്രോബ്ലം ഇതിലൊന്നും. ഓക്കെ, കട്ട് ദ കോർണർ അല്ലല്ല, ടേൺ ദ കോർണർ ഡിഫറെൻ്റ് ആണ്, കട്ട് ദ കോർണർ ഡിഫറെൻ്റ് ആണ്. കട്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് ദ കോർണർ മീനിങ്ങേ വ്യത്യാസമാണ് കേട്ടോ സോഫി. കട്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ഇപ്പം വി ആർ ഇൻ ഷോർട്ട് ഓഫ് മണി, ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കുകയാണ്. ആ എക്സ്പെൻസ് കുറയ്ക്കുന്നതിനാണ് കട്ട് ദ കോർണർ എന്ന് പറയുക. ദാറ്റ് സംതിങ് ഡിഫറെൻറ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റ്. എക്സ്പെൻസ് കുറയ്ക്കാൻ നമ്മൾ പിശുക്കി ജീവിക്കുക, ദാറ്റ് ഈസ് കട്ട് ദ കോർണർ. ഫോർ എക്സാമ്പിൾ, ഡ്യൂ ടു ദ മന്ത് എൻഡ് ഐ എം കട്ടിങ് ദ കോർണർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പൈസ ഒന്ന് ഒതുക്കുകയാണ്, ചിലവ് കുറയ്ക്കുകയാണ്, എക്സ്പെൻസ് കുറയ്ക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് കട്ട് ദ കോർണർ മീൻസ്. എക്സ്പെൻസ് കുറയ്ക്കുക കേട്ടോ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ടേൺ ദ കോർണർ മീൻസ് ബിഗിൻ ടു റിക്കവർ ഫ്രം, പയ്യെ ഒന്ന് എന്താ പറയുക, ഒന്ന് സെറ്റാക്കി വരികയാണ് ഫ്രം സംതിങ്, ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു കഷ്ടപ്പെട്ടിരിക്കുന്നൊരു അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് റിക്കവർ ചെയ്ത് വരികയാണ്, ഒന്ന് തിരിച്ചു വരവൽ എന്ന് പറയില്ലേ, അതിനെയാണ് ടേൺ ദ കോർണർ എന്ന് പറഞ്ഞാൽ. ദാറ്റ്സ് അനദർ തിങ്. ഓക്കെ, രണ്ടാണ്. ടേൺ ദ കോർണർ എന്ന് പറയുമ്പോൾ എന്താ പറയുക? He turned the corner from he turned the corner from an accident പറയാം, or India has turned the corner
ആഫ്റ്റർ ദി ടെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ടൈം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. വീണ്ടും ഒന്ന് റിക്കവർ ചെയ്തു എന്ന്, അല്ലെങ്കിൽ യു ക്യാൻ സേ വി ഹാവ് ടേൺ ദ കോർണർ, വി ഹാവ് ജസ്റ്റ് ടേൺ ദ കോർണർ ഫ്രം ദ കോവിഡ് സിറ്റുവേഷൻ, COVID-19 economic crisis, or we have turned the corner from the economic crisis during the COVID-19. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും പറയാം, യു ക്യാൻ സേ ദാറ്റ്. കേട്ടോ? ഓൾ റൈറ്റ്, യെസ്, ക്ലിയർ. പാച്ചപ്പ് എന്ന് പറയുമ്പോൾ കോംപ്രമൈസ് എന്നല്ല അർത്ഥം, പക്ഷേ ഇതിൻ്റെ അർത്ഥം ഒരു കോംപ്രമൈസ് ചെയ്യുക എന്നൊരർത്ഥവും ഉണ്ട് കേട്ടോ. കോംപ്രമൈസ് ചെയ്യാൻ ഒരു അർത്ഥവും ഉണ്ട്, ഇല്ലെന്ന് പറയില്ല. പാച്ചപ്പ് ചെയ്യാന്ന് കോംപ്രമൈസ് ചെയ്യാന്നൊരു ചെറിയ അർത്ഥമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് അഡീഷണൽ മീനിങ് ആണ്, എപ്പോഴും നമ്മൾ പറയുമല്ലോ ആണ്. പക്ഷെ ഇവിടെ എൻ്റെ അർത്ഥം വരുമ്പോൾ ഓർക്കണേ, പേപ്പർ ഓവർ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, നമ്മളത് കവർ ചെയ്യാൻ ശ്രമിക്കുക. തൽക്കാലത്തേക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എവിഡൻ്റ്ലി നമുക്കെല്ലാം അറിയാം, നമുക്കൊരു ശത്രുതാ മനോഭാവം ഉണ്ട്. പക്ഷെ അതിനൊന്ന് പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുവാണ് ഫോർ ദ സേക്ക് ഓഫ് അനദർ പീപ്പിൾ, അല്ലെങ്കിൽ അനദർ കൺട്രീസ്, ഇപ്പോൾ UN വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കൺട്രീസിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ, വോർ ഒന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ, തൽക്കാലത്തേക്ക് ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ഡിസഗ്രിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കൺസീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്, മൂടി വെക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായി? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ ജസ്റ്റ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കഴിഞ്ഞുള്ളാക്കുന്ന. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പേപ്പർ ഓവർ വെച്ചിട്ടോ. പേപ്പർ ഓവർ വെച്ച് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ, അതാണ്. ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ് ടു, അതൊന്ന് കാണാം. ഇന്ന് നമുക്ക് സെന്റൻസ് ഉണ്ട് ഓൾറെഡി, നിങ്ങൾ അത് വെച്ച് കാണൂ കേട്ടോ. ലെറ്റ്സ് സീ. അപ്പം നോക്കാം. സിനോണിംസ് നോക്കാം, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സിനോണിംസ് ആൻഡ് ആന്റണിംസ് ആൻഡ് റിലേറ്റഡ് വേർഡ്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വേർഡ് നോക്കുക, അഷുറൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും അഷുർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഷുറൻസ് എന്നൊരു വാക്ക് ഇന്നലെ പറഞ്ഞിരുന്നു. നമ്മുടെ മാരത്തണിൽ എപ്പോഴും നമ്മുടെ ഡെയിലി യൂസേജിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ് അഷുറൻസ്. അഷുറൻസ് മീൻസ് വേർഡ്, ഗ്യാരണ്ടി. നൗൺ ആണേ. അഷുർ ചെയ്യാന്ന് പറഞ്ഞ വേർബാണ് കേട്ടോ. നൗൺ ആണ് അഷുറൻസ്, അഷുർ ചെയ്യാന്നുള്ളത് വേർബാണ്. സോ അഷുറൻസ് മീൻസ് വേർഡ്, ഗ്യാരണ്ടി, പ്രോമിസ് ഓർ കോൺഫിഡൻസ് എന്നൊക്കെയാണ് അഷുറൻസിന്റെ അർത്ഥം. ഉറപ്പ്, അതാണ് അഷുറൻസിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, അഷുറൻസ് മീൻസ് ഉറപ്പ്. ഓക്കെ കേട്ടോ. അതാണ് ഡിഫോൾട്ട്. ഡിഫോൾട്ട് എന്ന് നൗൺ ആയിട്ട് നമ്മൾ പറയും, വേർബായിട്ടും ഡിഫോൾട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ബൈ ഡിഫോൾട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഡിഫോൾട്ട് ആയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിവേർട്ടായി, ബാക്ക് അവസ്ഥയിൽ, ബാക്ക് ടു ദ പ്ലേസ് എന്നുള്ള റിവേർട്ടായി, ഡിഫോൾട്ടായി എന്ന് പറയുന്നത്. അതുപോലെ നൗൺ ആയിട്ട് ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഇതാണ്, നോൺ പേയ്മെന്റ്, നോൺ റെമിറ്റൻസ് ഓർ നോൺ പേയ്മെന്റ് നടത്തിയില്ല, നോൺ റെമിറ്റൻസ്, അതിനാണ് ഡിഫോൾട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് നോൺ റെമിറ്റൻസ് എന്നൊരു അർത്ഥമുണ്ട്, നോൺ റെമിറ്റൻസ് എന്നൊരർത്ഥമുണ്ട്, നോൺ പേയ്മെന്റ് എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ വേർബ് ആണെങ്കിൽ റെനഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബാക്ക് ഔട്ട് ചെയ്യാം. ഒരു കാര്യം നമ്മൾ ചെയ്യാതെ നമ്മൾ ബാക്ക് ഔട്ട് ചെയ്യണം. അതിനെ ബാക്ക് ഔട്ട് ചെയ്യാന്ന് പറയില്ലേ, പുറകോട്ട് നിൽക്കുകയാണ്, ചെയ്യാതെ ചെയ്യണം. യു ഫെയിൽ ടു ഡു ദാറ്റ്. റെമിറ്റ് ചെയ്യാൻ, ഒരു കാര്യം റെമിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഡെറ്റ് ഉണ്ടായിരുന്നു, ആ ഡെറ്റ് നമ്മൾ കടം ചെയ്യാൻ, നമുക്കത് കടം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നമുക്ക് ഡെറ്റുകൾ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ കടം വീട്ടാതിരിക്കുന്നത് നമ്മൾ പറയും റെനഷ് എന്ന് പറയാം. ഓർ ബാക്ക് ഔട്ട് ചെയ്യാം, ഓർ അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലാണെങ്കിൽ റിവേർട്ട് ചെയ്യാന്ന് പറയും. റിവേർട്ട് ചെയ്യാം, ബാക്ക് ടു എവിടെയായിരുന്നു അവിടെ എത്തുന്നു, ബാക്കിലോട്ട് എത്തുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ മീനിങ് ഓർക്കുക, നൗണായിട്ട് ഉപയോഗിക്കാം, വേർബായിട്ട് ഉപയോഗിക്കാം. നോൺ പേയ്മെന്റ്, നോൺ റെമിറ്റൻസ് ഒരു മീനിങ്, ആൻഡ് റെനഷ്, ബാക്ക് ഔട്ട്, റിവേർട്ട് എന്ന വേർബിന്റെ യൂസേജും ഓർത്ത് വെച്ചോണം. അടുത്ത വാക്ക് പ്രീകാരിയസ്. പ്രീകാരിയസ് നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, അഡ്ജക്റ്റീവ് ആണ്. പ്രീകാരിയസ് എന്ന് പറഞ്ഞാൽ അൺസേർട്ടൺ, ഉറപ്പില്ല നമുക്ക് കേട്ടോ. അൺഷുവർ, അൺസേർട്ടൺ, ഇൻസെക്യൂർ, അൺറിലയബിൾ, ഉറപ്പില്ല, അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് അല്ലേ, നമുക്കൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇറ്റ്സ് റിലയബിൾ എന്ന് നമുക്ക് പറയാം. അൺറിലയബിൾ, ഇൻസെക്യൂർ അല്ലെങ്കിൽ അൺഷുവർ, അൺസേർട്ടൺ എന്നൊക്കെയാണ് പ്രീകാരിയസ് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോളാം, അഡ്ജക്റ്റീവ് ആണ്, ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, യെസ്. കട്ട് ദ കോർണർ ഫ്രൂഗലുമായിട്ട് അഡ്ജസ്റ്റ്. ഫ്രൂഗൽ എന്ന് പറയുമ്പോൾ തന്നെ പറയാം, കുഴപ്പമില്ല, ഫ്രൂഗലുമായിട്ട് കറക്റ്റ് ആണ്, സിനോണിമസ് ആണ്. യെസ്, കട്ട് ദ കോർണർ. വെൻ വി ടേൺഡ് ദ കോർണർ ഫ്രം കൊറോണ വൈറസ് സ്പ്രെഡിങ്, അങ്ങനെ പറയില്ല, കൊറോണ വൈറസ് സ്പ്രെഡിങ് എന്ന് പറയില്ല. ഗൗരി ഇങ്ങനെ പറയാം, വെൻ വി ടേൺ ദ കോർണർ ഫ്രം സ്പ്രെഡിങ് ഓഫ് കൊറോണ വൈറസ്, there again unfurled ഒമിക്രോൺ.
There again, unfold of Omicron പറയുമ്പോൾ അതിന്റെ മീനിങ് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് when we turn ചെയ്തപ്പോൾ when we turn the corner from the spreading of coronavirus, there again unfurled Omicron. അതങ്ങനെ പറയാല്ലേ, സിഡിയംസ് ഞാൻ അറിയാതെ പറഞ്ഞാണ്, എന്തായാലും അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ portmanteau word. അതെ. The ruling government assured about alterations in DPR of silver line if needed. Okay, yes. When I said about COVID, mom also said the same. അത് തന്നെ കോവിഡ്. അതാണ് അത് കറക്റ്റാണ്. Defaulters shall be prosecuted. All right, okay. LIC has taken an amount as fine due to the non-payment of the premium. Okay, I solemnly assured that I will not die as a patriot. Okay, Sharath. She felt precarious about her relationship. Yes, she felt precarious പറയാം. She felt uncertain പറയാം about her relationship. Correct ആണ്. Or she felt precarious correct. She is precarious എന്ന് പറഞ്ഞാലും correct. രണ്ടും correct ആട്ടോ. Okay, yeah. She realized herself that she trapped in a that she is trapped in a precarious situation. അല്ലേ സജിനി, അങ്ങനെ വേണ്ടേ? അവൾ ട്രാപ്ഡ് ആണെന്ന്, അല്ലാതെ അവൾ ആരെ ട്രാപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഷീ ട്രാപ്ഡ് എങ്കിൽ അവൾ ആരെ ട്രാപ്പ് ചെയ്തു. ട്രാപ്പ് ഈസ് എ ട്രാൻസിറ്റീവ് വേർബ്. വേർബിന് ഒബ്ജക്റ്റ് വേണ്ട ഒരു വേർബാണ് ട്രാപ്പ്. ട്രാപ്പ് ചെയ്യുക, ആരെ ട്രാപ്പ് ചെയ്യുക എന്ന് വരും. സോ ട്രാപ്പ്, അതിന് ഞാൻ ട്രാപ്ഡ് ആയെന്നാണെങ്കിൽ ഈസ് ട്രാപ്ഡ് കൊടുക്കുക. സോ ഷീ റിയലൈസ്ഡ് ഹെർസെൽഫ് ദാറ്റ് ഷീ ഈസ് ട്രാപ്ഡ് ഇൻ എ പ്രിക്കാരിയസ് സിറ്റുവേഷൻ കൊടുത്തോട്ടോ. അല്ലെങ്കിൽ ഷീ വാസ് ട്രാപ്ഡ് കൊടുത്തു, ബിക്കോസ് റിയലൈസ് ചെയ്തു എന്നല്ല പറഞ്ഞ പാസ്റ്റ് ടെൻസ് അല്ല. അപ്പോൾ ഷീ വാസ് ട്രാപ്ഡ് കൊടുക്കുക. Manu was precarious about the skin color, which made him less confident. Okay, clear? All right. Politicians always default the assurance after election. Okay, all right. Default. Always default. Okay, correct. Thinking about a post-COVID world is too early because of precarious situations. Yes. He earned a precarious living by gambling. Okay. Rahim brought a new refrigerator by assuring that he will not make any default in installment. Okay. If we are precarious about our relationship, we should break it up and move on. Okay. Sri Lanka defaults to pay debt to China in a wake of reducing economic growth. Okay. Assurance is a relief to many problems. Okay. They might have a default when he had made an appointment alla charathe an appointment. Appointment ennu parayumbol thane a sound alle, appo an venam, vowel sound inde kude an, not a. You should not be precarious about achieving your goal. Okay, the assurance provided by insurance companies dwindles the risk of precarious situation. Great. All right. The questions on the effectiveness of COVID-19 vaccine is still precarious. Yes, it is. RBI levied hefty levies on public sector banks for making default in loan payments. Okay, default in payment ultimately resulted in the seizing of his company. Great. അപ്പോൾ നോക്കുക, അടുത്താണ് ഡ്വിൻറ്റിൽ. ഡ്വിൻറ്റിലിൻ്റെ മീനിങ് എന്താണ്? ഡിമിനിഷ്, ഡിക്രീസ്, റെഡ്യൂസ്, ലെസൺ എന്നൊക്കെയാണ് അർത്ഥം. ഡ്വിൻറ്റിൽ വെച്ചിട്ടൊരു മീനിങ് വേറെ പറയാമോ? ഡിമിനിഷ്, ഡിക്രീസ്, റെഡ്യൂസ്, ലെസൺ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഓതറിന് ഇഷ്ടപ്പെട്ടൊരു വാക്ക്. എന്താണത്? ഡ്വിൻറ്റിലിൻ്റെ അതേ മീനിങ് വരുന്ന വാക്കാണ് ഡിമിനിഷ്, റെഡ്യൂസ്, ഡിക്രീസ്, ലെസൺ ഒക്കെ. അപ്പോൾ എന്തായിരിക്കും ഡ്വിൻറ്റിലിൻ്റെ മീനിങ് വരുന്ന വേറൊരു വാക്ക്, നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നൊരു വാക്ക്? യു നോ ഇറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡിമിനിഷ് എന്നും ഡിക്രീസ് എന്നും റെഡ്യൂസ് എന്നും ലെസൺ എന്നൊക്കെ വരുന്ന ഓതറിന് ഏറ്റവും ഇഷ്ടമുള്ള എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്. Another one is unrest. Disruption, disturbance, agitation, upset. അതൊക്കെയാണ് unrest എന്ന് പറയാം. Yes, it is. Mitigate. ഓർമ്മയുണ്ട് നമുക്ക് mitigate എന്ന വാക്കാണ്. ഓക്കെ, അപ്പോൾ unrest എന്ന് പറഞ്ഞാൽ ഡിസ്റപ്ഷൻ, ഡിസ്റ്റർബൻസ്, അജിറ്റേഷൻ, ഒരു പ്രശ്നം, മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ്, ഒരു എന്തൊക്കെയോ ഒരു പ്രോബ്ലം, അപ്സെറ്റ്, അതിനാണ് അൺറെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ലെറ്റ് മീ റീഡ്. അപ്പോൾ the company have ensured the assurance of their premium product, although most of their produce have varillalo products, most of their products, okay, most of the products have assurance by default, yet people are precarious about purchasing them. Adinoru prashna undallo. Company have ensured assurance for their premium product, although most of the products have assurance by default, yet people are precarious about purchasing them.
Okay, fine, that's right. Several aspirants are in precarious situation in the backdrop of soaring Omicron cases in our country. Okay. Dwindle മനസ്സിലായില്ലേ, കുറയ്ക്കുക, അതാണ് കേട്ടോ dwindle എന്ന വാക്കിന്റെ അർത്ഥം. Precarious government doesn't give a correct explanation to the opposition party's question. Okay. Even in the precarious situation, the government gave assurance to the people that distribution of food grains will be done soon. Great. The right created unrest among the laborers, which resulted in violence in the era. Okay. Alleviation, alleviate ചെയ്യുക. ഓക്കെ, അത് ലെസൺ ചെയ്യുക, അത് കറക്റ്റാണ്. അലിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ മീനിങ് ഡ്വിൻഡിലിന് വരില്ല. പക്ഷേ കേട്ടോ, അലിവേറ്റ് ചെയ്യുക എന്നുള്ളത് മീനിങ് ഡ്വിൻഡിലിന് വരില്ല, അത് ഓർത്ത് വെച്ചോളാം. അലിവേറ്റിൻ്റെ അർത്ഥം കുറയ്ക്കുക എന്നുള്ളതുണ്ട്, ഈസി ചെയ്യാന്നൊക്കെ ഉണ്ട്, കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടല്ലോ അതിന്. If we maintain COVID guidelines properly, cases will dwindle. Okay, great. In corona pandemic, we are facing precarious situations. Okay, COVID-19 pandemic posed assured job to precarious situation. All right. അങ്ങനെയാണ് ചോദിച്ചത്. ഡ്വിൻഡിൽ ഇതാണ്, അതെ. ലെസൺ എന്ത്? ഡ്വിൻഡിൽ വാട്ട്? ട്രാൻസിറ്റീവ് വേർബ് ആണ്. വേർബിന് ശേഷം ഒബ്ജക്റ്റ് വേണം. ഓക്കെ, ദിസ് ഡ്യൂ ടു ദി, കുറയ്ക്കണമെങ്കിൽ എന്ത് കുറയ്ക്കണം അല്ലേ, അങ്ങനെ ഒരു ഇത് വരും. ഡ്യൂ ടു ദി ആക്സിഡന്റ് ഓഫ് ദി മാനേജർ, എംപ്ലോയീസ് were precarious about the event. Okay, bank took action against him because he failed to carry out his assurance. Okay, വെദറിന്റെ സ്പെല്ലിംഗ് നോക്കി ചേർത്തേ, ഇത് രണ്ടുകൂടെ കൂട്ടിയിട്ടുണ്ട്. വെദറിന് അവിടെ WEHE കഴിഞ്ഞിട്ട് A വേണ്ട. വെദർ ലൈഫ് കൺസിസ്റ്റ് ഓഫ് പ്രിക്കാരിയസ് വാട്ട്? പ്രിക്കാരിയസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺസർട്ടൻ വാട്ട്? വെദർ ലൈഫ് കൺസിസ്റ്റ് ഓഫ് പ്രിക്കാരിയസ് events or situations, we have to move ahead a bit. Private banks make unrest against the person who makes person ആണ്, അപ്പോൾ അതെ, who makes continuous default in payment. Okay, rise in COVID cases has diminished various business opportunities. Yes, company provide അല്ല provides, അല്ലെങ്കിൽ company provided. company singular അല്ലേ ശരണ്യ, അപ്പോൾ എന്ത് വരണം? പ്രൊവൈഡ് വരരുത്, പ്രൊവൈഡ്സ് എന്ന സിംഗുലർ വേർബ് വരെ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നോ പ്രോബ്ലം. 100% assurance on their premium products. Okay, അപ്പൊ കമ്പനി എന്നാൽ കമ്പനീസ് കൊടുക്കുക. ഓൺ ദെയർ എന്ന് പറയും, അവരുടേന്നാണെങ്കിൽ കമ്പനി എന്ന് പറയും. ഓൺ ഇറ്റ്സ് കൊടുക്കണം കമ്പനി ആണെങ്കിൽ. കമ്പനീസ് ആണെങ്കിൽ ദെയർ കൊടുത്താൽ കറക്റ്റാ. അതൊന്ന് ശ്രദ്ധിച്ചോണേ ശരണ്യ. അടുത്തത്, ദ അഷുറൻസ് ഓഫ് ഇനക്കുലേഷൻ dwindled with the surge of Omicron. Okay, her dwindled communication made me sick. അവിടെ dwindle എന്താ ഉദ്ദേശിക്കുന്നത്? ലെസൺ കമ്മ്യൂണിക്കേഷൻ കുറവാണോ? അങ്ങനെയാണെങ്കിൽ dwindled കൊടുക്കുക. V3 ഫോർമുലേഷൻ വരികയാണെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് ഉപയോഗിക്കാം? നമ്മുടെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. dwindle communication എന്ന് പറയില്ല, dwindled communication. He dwindled the effects of disaster by acting in right time. Okay, ചേർത്ത് കേട്ടോ. Untrust in their relationship dwindled the trust existed between them. Okay, yeah, the cost of production in agriculture should be dwindled അല്ലേ? The cost of production in the agriculture should be lessened to assure the agrarian crisis. കേട്ടോ ഇഷ? The company was precarious regarding weather എന്ന് വരില്ല. റിഗാർഡിങ് കഴിഞ്ഞിട്ട് പിന്നെ വെതർ വരില്ല. റിഗാർഡിങ് ഓൾറെഡി എന്താ? ജറണ്ടിന് റിഗാർഡിങ് എന്ത്? റിഗാർഡിങ് വാട്ട് എന്നുള്ള രീതി വരും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. റിഗാർഡിങ് വാട്ട്, റിഗാർഡിങ് ദാറ്റ് എന്നുള്ളൊരു അർത്ഥം വരും. അപ്പൊ റിഗാർഡിങ് കഴിഞ്ഞിട്ട് വെതർ വരില്ല. അല്ലെങ്കിൽ റിഗാർഡിങ് കട്ട് ചെയ്ത് ദ കമ്പനി വാസ് പ്രിക്കാരിയസ് വെദർ ദേ വിൽ ബി റീച്ച് അല്ലെ, വെദർ ദേ വിൽ റീച്ച് ദ നെറ്റ് റിസൾട്ട്. The company was precarious whether they will reach the net result. അത് കറക്റ്റാ. അല്ലെങ്കിൽ ഇങ്ങനെ വെദർ കട്ട് ചെയ്തിട്ട് the company was precarious regarding the fact that they will അങ്ങനെ കൊടുക്കണം. അങ്ങനെ വരും കേട്ടോ. അഗ്ന ശ്രദ്ധിക്കണേ. Nowadays I plan to dwindle my weight. Okay, the GDP has dwindled to lessen value than expected. കേട്ടോ NJ. Politicians provide different types of assurance during election time. Okay, unrest in the borders gives unrest ആണ് നമ്മൾ പറയുന്നത്. unrest ആണ് ഇവിടുത്തെ കേട്ടോ അജിന്ത, ഇവിടുത്തെ സബ്ജക്റ്റ് unrest ആണ്. unrest സിംഗുലർ ആണ്, അതുകൊണ്ട് unrest gives or gave കൊടുത്തു past tense ആണെങ്കിൽ. assurance of peace and precarious about the further situation. give dwindling assurance of peace and
അത് കഴിഞ്ഞിട്ട് പ്രിക്കാരസിന് മുമ്പ് ഒരു വേർബ് കൂടെ കൊടുക്കണം, എന്നാലത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ആൻഡ് വാസ് പാസ്റ്റ് ആണെങ്കിൽ വാസ് കൊടുക്കണം, പ്രസന്റൻസിലാണെങ്കിൽ ഈസ് പ്രിക്കാരസ് കൊടുത്തു, അതിൽ കുഴപ്പമില്ല. Government has to dwindle the production of agricultural products due to heavy rain. Assurance given by the management is precarious. Daily commuters hope petrol prices to dwindle in the coming days. Yes, the WCC members are unrest. Are unrest പറയില്ലല്ലോ, are disturbance are in unrest. കേട്ടോ, അങ്ങനെ കൊടുക്കണം കേട്ടോ. The കേട്ടോ എബില, are in unrest upon the precarious nature of the HIMA Commission report. Eda once more വേണ്ട മോമതെ. Many farmers became unrest due to their bank debt. Okay. The terrorist attack caused an unrest in society. Great. The doctors are precarious about his comeback, so they didn't give an assurance to his family. Okay. Bal Gangadhar Tilak is known as the father of Indian unrest. Okay. The unrest from the opposition party agitated the ruling party. The dwindle in his salaries എന്ന് പറയില്ല, സാലറി എന്ന് പറഞ്ഞു. അവൻ്റെ സാലറീസ് എന്ന് പറയോ, അവൻ്റെ സാലറി എന്നല്ല പറയാ, സാലറി അവൻ്റെ ഇത് റെമ്യൂണറേഷൻ അല്ലേ. led to the dwindle in his salary led to continuous default in the repayment of his house loan. The RBI should assure that the measures taken recently has dwindled the huge NPS. He found it very difficult to drive when the passerby. When the vehicles pass by. The vehicles pass by vehicles. Passing vehicles. That's madi. Passing vehicles madi. Pass by vehicles vanda. Passing vehicles madi. Fail to dwindle their lights. State government's precarious prediction towards Silver Line project is making unrest to people. There was unrest among people when the officials announced lockdown. Okay, policymakers must give special care to dwindle the suicide among the farmers. The power forced to dwindle price of all products because of high competition from the market. We witnessed a large-scale unrest around National Capital Region and citizenship amendment legislation of central government. You are not supposed to be unrest meo. Adattanallo. You are not supposed to be in unrest. In upset aanu udeshe. You are not unrest. Ee upset ennu udeshe upset. Adjective upset alla. Are you upset ennallo nammal ചോദിക്കില്ല. നീ upset ആണോ? Upset adjective ആണ്. പക്ഷേ ഇവിടെ അൺട്രസ്റ്റിന്റെ മീനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ അൺട്രസ്റ്റിനെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കരുത് ശരത്തെ കേട്ടോ. ശ്രദ്ധിക്കുക, അതാ ഞാൻ പാർട്സ് ഓഫ് സ്പീച്ച് എപ്പോഴും എടുത്തിടുന്നത് ഇതിൻ്റെ കൂടെ കേട്ടോ. ഡ്യൂ ടു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് CP Ramaswamy Punapra Vailar unrest broke out. Yes. Because of the precarious situation of pandemic, the chance of conducting further matches of ISL has dwindled. Yes. Dwindling എന്താ എങ്ങനെ ഇട്ടേക്കണേ? Dwindling situation എന്ന് പറയാം. Most of the countries are precarious about the financial stability after the COVID-19 pandemic. Okay. Dwindled rate in TPR made people to precarious പറയോ? To precarious പറയില്ല. People to take precarious to be precarious എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. To be precarious കുഴപ്പമില്ല. കാര്യം അത് അഡ്ജക്റ്റീവ് ആണ്. 2 കഴിഞ്ഞിട്ട് V1 അല്ലേ വരേണ്ടത്. ഞാൻ പറഞ്ഞിട്ടില്ലേ 2 + V1 വരണം. 2 + അഡ്ജക്റ്റീവോ 2 + നൗണോ വരാൻ പാടില്ല. അത് ശ്രദ്ധിച്ചേ, അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. മനു, ഓക്കെ. ഓൺലൈൻ ഷോപ്പിംഗ് ഓഫർ അല്ല, ഓഫേഴ്സ്. ഓൺലൈൻ ഷോപ്പിംഗ് സിംഗുലർ. ഓഫേഴ്സ് dwindle in prices during festive seasons. Dwindling exports made economy precarious. They thought it would be precarious situation, but the song played there dwindled their tension. Okay, all right. Continuous unrest in borders diminishes the chance peace. Diminishes the chance of peace. Chance of peace between the countries. Adana ambudeshe. India records a considerable spike in the cases of Omicron strain, creating a precarious situation for the safety and security of public. Yes. Moving on to next one. അടുത്ത സെറ്റിലോട്ട് പഠിക്കാം swap. You know what swap is? Swap ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, സ്വിച്ച് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നൗണും സ്വാപ്പ് എന്ന് പറയാം, വേർബായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റും. രണ്ടും സ്വാപ്പാണ് കേട്ടോ. നൗണും സ്വാപ്പാണ്, വേർബും സ്വാപ്പാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വേർബായിട്ട് ഉപയോഗിക്കാം, നൗണായിട്ട് ഉപയോഗിക്കാം. സ്വാപ്പിംഗ് നമ്മൾ ഇന്ന് പറഞ്ഞു, കോഴ്സ് സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല, സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. അടുത്ത വാക്ക് ഡെഫറൽ. യു നോ വാട്ട് ഡെഫർ മീൻസ്? ഡെഫർ എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഡെഫർ എന്ന് പറഞ്ഞാൽ ഡിലേ, പോസ്റ്റ്പോൺ, വേർബാണ്.
സോ ഡെഫറൽ, അഡ്ജേൺ ഒക്കെ. അപ്പോൾ ഡെഫറൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺമെന്റ്, ഡിലേ ഓർ അഡ്ജേൺമെന്റ്. ഓക്കെ, സോ അടുത്ത വാക്ക് ഹാർട്ടനിങ്. ഹാർട്ടനിങ് മീൻസ് അഡ്ജക്റ്റീവ് ആണ്, cheerful. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. അഡ്ജക്റ്റീവ് ആണ്, cheerful ആണ്, അഷ്യൂറിംഗ്, റീഅഷ്യൂറിംഗ് ആണ്, എൻകറേജിങ് ആണ് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹാർട്ടനിങ് ആണ് എന്നുള്ള അർത്ഥം. റീഅഷ്യൂറിംഗ് ആണ്, കോൺഫിഡൻ്റ് ആണ് എന്നൊക്കെ പറയാം. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത അതേ വാക്കാണ്. ഓൾറൈറ്റ്, ഹാർട്ടനിങ്. ഓൾറൈറ്റ്, അടുത്ത വാക്ക് നൈവ്, അഡ്ജക്റ്റീവ്. അതും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്കാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തു, വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കാം ഹാർട്ടനിങ്ങും നൈവും ഡിസ്കസ് ചെയ്തത്. ഇൻഎക്സ്പീരിയൻസ്ഡ്, ഇന്നസെന്റ് എന്നൊക്കെ പറയുന്ന പോലെ, എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഇന്നസെന്റ് നിഷ്കളങ്കമായ, ആർട്ട്ലെസ്, ഗൈഡ്ലെസ്, ഇൻജെനുവസ് എന്നൊക്കെയാണ് നൈവ് എന്ന വാക്കിന്റെ അർത്ഥം. ആർട്ട്ലെസ് ഓർത്ത് വെച്ചു, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, SSC എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് നൈവിന്റെ മീനിങ് ആർട്ട്ലെസ്. ഓക്കെ, അതാണ് പെറിൽ. പെറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. പെറിൽ മീൻസ് ഡേഞ്ചർ, ജെപ്പഡി, റിസ്ക്, ഹസാർഡ് ഒക്കെയാണ് അർത്ഥം. ഹസർഡ്, റിസ്ക്, ജെപ്പഡി, ഡേഞ്ചർ എന്നൊക്കെയാണ് പെറിൽ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, യാ. ഇന്നൊന്നും ശരിയാവുന്നില്ല ശരത്ത്, എന്താ പറ്റിയേ അല്ലേ? 2 ദിവസം ഗ്യാപ്പാണോ? സാറ്റർഡേ സൺഡേ ഗ്യാപ്പാന്ന് തോന്നുന്നു. There was an unrest in his job during busy schedule, so he failed to assure his boss to complete work on time. Okay. Chance of peace. Okay, great. No problem. Due to the prevailing precarious situations, an unrest persists in all fields. Okay. A disturbance. Great. No problem. NRGA beneficiaries face defaults in their payroll during COVID period. Okay, great. Corona pandemic എന്ന് പറയില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കൊറോണ വൈറസും യു ക്യാൻ സേ കൊറോണ വൈറസ്, ബട്ട് കോവിഡ് ആണ് പാൻഡമിക്കിന്റെ പേര്. COVID-19 പാൻഡമിക്. ഡോണ്ട് സേ കൊറോണ, അത് കഴിഞ്ഞു. നിങ്ങളുടെ ആ ലെവൽ അറിവില്ലായ്മ ലെവലൊക്കെ കഴിഞ്ഞു. നിങ്ങളിപ്പോൾ 2 വർഷം കഴിഞ്ഞു കോവിഡ് നമ്മുടെ കൂടെ ആയിട്ട്. ഇപ്പം നമ്മുടെ കൂടെയുണ്ട്. സോ കോവിഡ് ഈസ് വിത്ത് അസ്, സോ ഡോണ്ട് ഫൊർഗെറ്റ് ദാറ്റ്. അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ COVID-19 പാൻഡമിക്കും കൊറോണ വൈറസും എന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ, സോ ഇറ്റ്സ് കൊറോണ പാൻഡമിക് അല്ല, COVID-19 പാൻഡമിക് മെയ്ഡ് അൺട്രസ്റ്റ് among public. Forecasting helps to dwindle precarious situations. The broken supply chain dwindled market arrivals of agricultural goods. Okay. ഇപ്പൊ നൈവും റൈറ്ററിന്റെ ഫേവറേറ്റ് ആയെന്ന് തോന്നുന്നില്ല. ലൈക്ക് മിറ്റിഗേറ്റ് അല്ലേ തോന്നുന്നു. I frequently swap my clothes with my bestie. Okay, that's great. All right. Why naive is written so? നൈവിന് എന്താ? ഐക്ക് 2 കുത്തോ? ഞാനിട്ടതല്ല. അത് പ്രിന്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നു. ഐ തിങ്ക് നൈവ് അങ്ങനെ വരാൻ കാരണം നമ്മൾ പ്രൈസി എഴുതുമ്പോഴേ, ഞാൻ പ്രൈസി എന്ന വാക്ക് എഴുതുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പ്രൈസി എന്ന് അറിയാതെ നമ്മൾ എഴുതുമ്പോൾ തന്നെ, പ്രൈസി എന്ന വാക്ക് നമ്മൾ എഴുതുമ്പോൾ ആ വാക്കിൽ സി കഴിയുമ്പോൾ ഒരു ഹൈഫൻ വരില്ലേ മുകളിലൊരു? ഇറ്റ്സ് നോട്ട് ഹൈഫൻ, ഐ മീൻ നമ്മുടെ ഒരു സിമ്പിൾ വരും മുകളിൽ. ബിക്കോസ് അതെന്താ, ഫ്രഞ്ചിൽ നിന്ന് കടമെടുത്ത വാക്കാണ്. എനിക്ക് തോന്നുന്നു നൈവ് എന്ന വാക്ക് ഫ്രഞ്ച് ആണോ എന്ന് എനിക്കറിയില്ല, ലാറ്റിൻ ആണോ, ഇറ്റ്സ് എ ഫോറിൻ വേർഡ്. അതുകൊണ്ടാണ്, ഫോറിൻ വേർഡാണ് അത്, കടമെടുത്ത വേർഡ്. അതുകൊണ്ടാണ് അതിന് ഈ ഒരു സിമ്പിൾ വരിക. മനസ്സിലായോ? മറ്റു വാക്കുകളാകുമ്പോഴാണ്, മറ്റ് വാക്കുകളിൽ നിന്ന് കടമെടുക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് ഇങ്ങനെ വരില്ല. ഐ ഗെസ് ദാറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ദ ബോയ് വാസ് നൈവ് വെൻ ഇറ്റ് കെയിം ടു ഗേൾസ്. ഓക്കെ, ഓൾ റൈറ്റ്. കോവിഡ് സിറ്റുവേഷൻ ഗിവ്സ് പ്രിക്കാരിയസ് സ്റ്റെബിലിറ്റി ഇൻ ഫിനാൻസ്. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതിലോട്ട് പോകാം. റോബസ്റ്റ് നമ്മുടെ ഓതറിന്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റോബസ്റ്റ് മീൻസ് സ്ട്രോങ്, വിഗറസ്, സ്റ്റേർഡി, ടഫ്. റോബസ്റ്റ് എന്നുള്ള, പിന്നെ ഫ്ലേവർഫുൾ എന്നുള്ള പോസിറ്റീവ് മീനിങ് ഉണ്ട് കേട്ടോ അതിന്, നമ്മൾ ഇന്നാളെ പറഞ്ഞായിരുന്നു. അടുത്താണ് അഡാഷ്. അഡാഷ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. അഡാഷ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പ്രോവേർബ്, പഴഞ്ചൊല്ല്, സെയിങ്, മാക്സിം, അഫറിസം. കേട്ടോ, അപ്പോൾ പ്രോവേർബ് എന്ന് പറഞ്ഞാൽ അഫറിസം, മാക്സിം, എക്സോണിം എന്നോ അങ്ങനെ ഒരു വാക്കുകൂടെ ഉണ്ട് അതിന്. ഓക്കെ, അങ്ങനെ പല വാക്കുകളിൽ പറയും. അതായത് പഴഞ്ചൊല്ലെന്ന് മാത്രമേ ഉള്ളൂ, സെയിങ് ആണ് എന്നുള്ള മാത്രമേ അഡാഷ് എന്ന വാക്കിന് അർത്ഥമുള്ളൂ കേട്ടോ. ഓക്കെ, സോറി, അഡാഷ് അല്ല, ഇറ്റ്സ് അഡിച്ച്. ഇറ്റ്സ് നോട്ട് അഡാഷ്, അഡിച്ച് എന്നാ വായിക്കുക. അഡിച്ച്, പ്രോവേർബ് അല്ലെങ്കിൽ മാക്സിം, സെയിങ്, ആക്സിയം. ആക്സിയം എന്നാ അതിൻ്റെ പേര്. ആക്സിയം, അഫറിസം എന്നൊക്കെ ആണ് അഡിച്ച് എന്ന വാക്കിന്റെ മീനിങ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ഐ ഗസ്. നമുക്ക് നോക്കാം അടുത്തതിലോട്ട്. അടുത്ത വാക്ക് എല്യൂസീവ്. എല്യൂസീവ് എന്ന വാക്ക് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. എല്യൂസീവ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ഇവേസീവ്, അതുപോലെ തന്നെ ഷിഫ്റ്റി, സ്ലിപ്പറി. നമ്മൾ എല്യൂസീവ് എന്ന വാക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇവേസീവ്, ഷിഫ്റ്റി, സ്ലിപ്പറി. നമുക്ക് പിടികിട്ടാത്ത മാറിപ്പോകുന്ന എല്യൂസീവ് ആണ് എന്ന്. എല്യൂസീവ് നേച്ചർ, ഇച്ചിലൂടെ
മാറി വിട്ടു ഷിഫ്റ്റ് ചെയ്യുന്ന എന്നുള്ള അർത്ഥമാണ് എലൂസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ നമുക്കറിയാം. ഇമ്മ്യൂൺ ടു സംതിങ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻ്റ് ആണ്. യു ആർ റെസിസ്റ്റൻറ്റ്, എക്സെംപ്റ്റ്, ക്ലിയർ, ഫ്രീ, സസെപ്റ്റിബിൾ എന്നൊക്കെയാണ് അർത്ഥം. ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻറ്റ്, എക്സെംപ്റ്റ്, ക്ലിയർ, ഫ്രീ, അൺസസെപ്റ്റിബിൾ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോളാം, ഇമ്മ്യൂൺ. അടുത്ത വാക്ക് ട്രാൻസ്പയർ എന്ന് പറഞ്ഞാൽ റിവീൽ ചെയ്യുക, ഓർ ടു ബി നോൺ, ടു ബി അപ്പാരൻറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. ബി അപ്പാരൻറ്റ്, എവിഡൻ്റ് ആവുക, ക്ലിയർ ആവുക, അപ്പാരൻ്റ് ആവുക, റിവീൽ ആവുക, നോൺ ആവുക, അതുപോലെ തന്നെ കം ടു ലൈറ്റ് എന്നൊക്കെയാണ് ട്രാൻസ്പയർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. ഓക്കെ, അടുത്തത് ദ ഡെഫറൽ ഓഫ് ദി, നോക്കിയേ ഡെഫറലിൻ്റെ സ്പെല്ലിംഗ് നോക്കിയേ. ഡെഫറലിന് 2 F അല്ല, അതില്ല, 1 F 2 R. The deferral of the exam made unrest among the candidates who have applied for it. Okay. Once purchased product not be swapped is seen at the bottom of the bill. Okay, all right. The income tax department would charge a high levy unless you paid a deferred tax. Okay. A deferral and introspection synonyms ആണോ? ഡെഫറൽ ഇൻട്രോസ്പെക്ഷനും ഡെഫറലും സിനോണിം അല്ല. ഡെഫറൽ എന്ന് പറഞ്ഞാൽ ഇതാ അർത്ഥം, എന്താ നമ്മൾ മാറ്റിവെക്കുക എന്നുള്ള അർത്ഥമാണ്. കുറേ സിനിമ ഉണ്ട് അതിന്, ബട്ട് അതൊക്കെ ഡിസ്റ്റൻസ് സിനിമയായിട്ടാണ് വരിക. ഒരുപാട് വാക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഡെഫറൽ റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷെ നിങ്ങൾ ഓർത്ത് വെച്ചോ, ഡിലേ, പോസ്റ്റ്പോൺമെന്റ് എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സിനിമ എന്തായാലും വരിക കേട്ടോ. അതിൻ്റെ മീനിങ് ഓർത്ത് വെച്ചോ. Police set up a team to look into the couple swapping case. Yeah, I was too naive to face those situations. Shintu, what is that? To overcome peril situations for strengthening life. Vaki ende shiny complete aayilla. To overcome peril situations from strengthening life. Vaki enda allengi we should overcome peril situation for strengthening our life ennu koduthu. Meaning correct avanengil. Most of exams are deferred Sharanya are deferred due to COVID-19. Postponed are deferred. He always rejected he is always rejected from the interview. Angane, he is always rejected from the interview because he is naive. Kirti, keto. There is a chance of deferral in upcoming exams due to the sudden outspread of Omicron. നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും ഇന്നലെ 18,000 കേസുകളായി. അപ്പോൾ അത് തന്നെ വളരെ റേറ്റ് കൂടുതൽ, TPR റേറ്റ് 30 കടന്നു. അപ്പോൾ ഇറ്റ്സ് ഗെറ്റിംഗ് a little difficult and situation ഇച്ചിരി കൂടെ ഗെറ്റിംഗ് വേഴ്സ്. അതുകൊണ്ട് എക്സാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുക. ഏടാകൂടത്തിലൊന്നും ചെന്ന് പോയി പെടരുത്. സേഫായിട്ട് വീട്ടിൽ ഇരുന്നോളൂ കേട്ടോ. ജോലിക്ക് പോകുന്നവരാണെങ്കിലും യു മസ്റ്റ് ബി കെയർഫുൾ, ദാറ്റ്സ് ഇറ്റ്. ജോലിക്ക് പോകുന്നവരും പഠിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിലും കെയർഫുൾ ആയിട്ടിരിക്കുക. ദാറ്റ്സ് വാട്ട് ഐ എം റെക്കമെൻഡിങ് യു. കേട്ടോ, ശ്രദ്ധിച്ചോണം. ദിസ് ചാൻസ് ഓഫ് ഡെഫറൽ അപ്കമിങ് പറഞ്ഞു. അഡിച്ച് വെച്ചൊരു സെന്റൻസോ. ഓക്കെ, ദർ ഇസ് എ ഫേമസ് അഡിച്ച്. ദാറ്റ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അല്ലെങ്കിൽ എന്ത് പറയാം, ലുക്ക് ബിഫോർ യു ലീപ് ഇസ് എ ഫേമസ് അഡിച്ച്. പോരെ, എക്സാമ്പിൾ കിട്ടിയില്ലേ. 2022 Olympics was deferred to 2021 due to the precarious situation caused by the coronavirus. Yeah. He is immune to stupidity. Okay. He is always elusive to patience. അത് പറയാം, കുഴപ്പമില്ല. Robust nature protected her from many issues. Okay. Your robust backbone will make you unparalleled ആണോ? Unparalleled ആ സൗണ്ട് അല്ലേ? അപ്പോൾ an unparalleled leader. ശരത്തെ എ ആണോ വരേണ്ടത്? വവൽ സൗണ്ട്സിന് എ വരരുത്, ആൻ വരണം. ഇല്ലെങ്കിൽ തെറ്റാ, മാർക്ക് പോയി. ഒരു മാർക്ക് പോയില്ല അവിടെ, നമ്മൾ ഒറ്റ മാർക്ക് പോയി. സം അഡിച്ച് പറയില്ല. പ്രോവേർബ് എന്ന് പറയുന്നത് എന്താ? പഴഞ്ചൊല്ല്. അഡിജസ്, ബ്ലൂറിൽ കൊടുത്തു, അഡിജസ് കൊടുത്തു. സം അഡ്ജസ്, കുറച്ച് അഡ്ജസ് ആർ ഹാർട്ടനിങ് ഫോർ ഇയേഴ്സ്. ഹി മെയ്ഡ് എലൂസീവ് പ്രോമിസസ്. ഓക്കെ. ഡ്യൂ ടു ഹിസ് എലൂസീവ് ക്യാരക്ടർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഹിം. ഓക്കെ. The VIP in the actress assault case is transpired. Okay. Deferral in meeting her is testing my forgiveness. Okay. You will peril. Peril is a noun. Peril ennu parayna verb alle. Charathe peril verb alla. You will be in peril. You will be in risk ennu koduthu. At risk aanu udeshe. You will be at risk. You will be in peril. You will be in peril under the police custody in unlawful arrest. You will peril. Okay. അതൊരു പ്രശ്നമുണ്ട്. You will be an. അപ്പോൾ ആ പെറിൽ എന്ന് പറഞ്ഞ വേർബായിട്ട് ഇവിടെ ഉപയോഗിക്കരുത്. അതാണ് എൻ്റെ സജഷൻ കേട്ടോ ശരത്തെ. പക്ഷെ ബാക്കിയുള്ളതിൻ്റെ കൂടെ പെറിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. യു വിൽ ബി ഇൻ ഡിഫിക്കൽട്ടി വെൻ യു ആർ അണ്ടർ പോലീസ് കസ്റ്റഡി ഇൻ അൺലോഫുൾ അറസ്റ്റ് എന്ന് കൊടുക്കാം.
After cracking the exam, she was in a heartening moment. Okay. It is good to use a dish in an essay to make it attractive. Essay അല്ല essayയുടെ introduction അത് ശ്രദ്ധിക്കുക. proverb എപ്പോഴും കയറി ഉപയോഗിക്കാൻ പാടില്ല. It must be used in the introduction only. അല്ലാതെ കയറി ഉപയോഗിക്കരുത് കേട്ടോ. When we teach children morals with additions, it will be elusive for them. Okay. I can talk in English but couldn't able to frame sentence. Okay. Gauri, couldn't able എന്ന് പറയരുത്. couldn't able ഒരുമിച്ച് വരരുത്, അത് സൂപ്പർഫ്ലോസ് ആയി. couldn't ഫ്രെയിം സെന്റൻസസ് കൊടുക്കുക, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഏബിൾ ടു എന്ന് കൊടുത്തോ. ഇറ്റ്സ് ഓക്കെ, അത് മനസ്സിലായി. ഗൗരി എന്താ പറ്റുമെന്നറിയോ, നമ്മുടെ സെന്റൻസും ഇവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെ, നമ്മുടെ കൂടെയുള്ള ഈ ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെല്ലാം തുടക്കത്തിൽ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് സെന്റൻസ് ഉണ്ടാക്കുന്നവരല്ല. പയ്യെ നമ്മൾ തെറ്റായിട്ട് മേക്ക് ചെയ്യുന്നു, ദെൻ വിൽ ചേഞ്ച്. ഡോണ്ട് വറി കേട്ടോ, അത് പേടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ടൈം, എല്ലാത്തിനും ഒരു ഫസ്റ്റ് ടൈം ഇല്ലേ, അല്ലേ? എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ, പേടിക്കണ്ട. There are many elusive adages in Malayalam. Yes, I like to hear adages from my grandmother when I used to do mischievous things in my childhood. Okay. Oh, I don't want to swap the work with him as he is a knave in work. Okay. The blow by pandemic created unrest among roadside vendors, knocking down their business and its continuing spread dwindled their chances to revival. Yes. She recollected the remnants of her favorite teacher who was humble and heartening. That's great. The robust argument made by her transpired her knowledge regarding the topic for debate competition. Okay. When we are in an unrest situation, hearing a ditch can bring a heartening അല്ല. ഹാർട്ടനിങ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് അല്ലേ? അപ്പൊ ഹാർട്ടനിങ് എന്ത്? ഹാർട്ടനിങ് വൈബ്, ഹാർട്ടനിങ് മൊമെന്റ് എന്നോ അങ്ങനെ എന്തായാലും കൊടുക്കുക. അല്ലെങ്കിൽ ഹാർട്ടനിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മതി. വൈബ് എന്ന് ഇൻ ലൈഫ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. അത് പിന്നെ അത് കഴിഞ്ഞ് ഹാർട്ടനിങ് ടു പോസിറ്റീവ് വൈബ് എന്ന് പറയില്ല. ഹാർട്ടനിങ് വൈബ് ഇൻ ലൈഫ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. Though it was maiden speech, he was not having any stage fear as of a naive candidate. Okay, right. Vaccinations give immune against coronavirus. Okay. When in peril, remember your harmful act also. All right. Okay. She presented all the evidence to make her arguments robust. Okay. The journalists have a privilege to transpire all the news with no difference. Okay. That's great. While she was enduring a difficult situation, she remembered many adages apt to their situation. Okay. To her situation. Due to heavy rain, roads are elusive. Okay. Elusive nature of the culprit made it difficult for the police to transpire the truth. Okay. കേട്ടോ, സിജി പറഞ്ഞ കേട്ടോ, ഗൗരി കേട്ടോ, നമ്മളെല്ലാം ദുരിതമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. സോ ഡോണ്ട് വറി, ഇതൊക്കെ ഒരു രസമല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് രസമാണ്. മാത്രമല്ല നമ്മൾ പിന്നെ ഓർക്കുമ്പോൾ ഗൗരിക്ക് മനസ്സിലാവും ഹൗ മച്ച് യു ഹാവ് ഇംപ്രൂവ്ഡ്, ഹൗ മച്ച് യു ഹാവ് ഗെയിൻഡ് എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. CGL ബാച്ച് വല്ലതും സ്റ്റാർട്ട് ആയില്ല യമുന, സ്റ്റാർട്ട് ആവും, ഉടനെ സ്റ്റാർട്ട് ആവും. അത് നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങിലാണ്. ബിക്കോസ് ഒരുപാട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഉണ്ട്. വി ഹാവ് ടു സ്റ്റാർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ. തുടങ്ങും കേട്ടോ. Her exam results heartened the family. Okay. He failed in defining her as she is very robust. Okay. Adages transfer universal truths. Yeah. Facing peril situations continuously will help us to develop a robust personality. അല്ലേ ഐഷ? ഹെൽപ്പിന് ശേഷം ഒബ്ജക്റ്റ് വേണ്ടേ? Okay, thank you. Okay. എല്ലാരും ഹെൽപ്പ് വരുന്നുണ്ട് കേട്ടോ. നോ പ്രോബ്ലം. ഐ ഹാവ് എ കൈൻഡ് ഓഫ് സൈൻ ഓഫ് റിലീഫ് നൗ. ഓഫ് കോഴ്സ് യു മസ്റ്റ് ഹാവ് എ സൈൻ ഓഫ് റിലീഫ് റൈറ്റ് നൗ. Okay, പേടിക്കേണ്ട കാര്യമില്ല. He's robust enough to handle the situation. Great. Okay. Each woman should need robust decision towards her life to overcome peril situation which come അല്ല, which will robust situation which will come due to which will come അല്ലെ, വരും, അല്ലെങ്കിൽ which comes എന്ന് കൊടുക്കാം. which robust situation which peril situation which comes due to gender discrimination. There is a need for elusive talks. There is no need for elusive talks to overcome എന്ത് കേട്ടോ. ശരത്തെ, ഓവർകം എന്നുള്ളത് ട്രാൻസിറ്റീവ് വേർബാ. ഓവർകമ്മിന് ശേഷം എന്ത് ഓവർകം ചെയ്യണം? ഒബ്ജക്റ്റ് വേണം. ഓക്കെ. മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്, സ്വാഗർ. സ്വാഗർ മീൻസ് കോൺഫിഡൻസ്. നൗണുമായിട്ടും വേർബായിട്ടും പറയൂ കേട്ടോ. സ്വാഗർ എന്ന് പറയുന്നത് കോൺഫിഡൻസ് അല്ലെങ്കിൽ ബി കോൺഫിഡൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ വരും സ്വാഗർ. സെൽഫ് അഷുറൻസ് ഓർ സെൽഫായിട്ട് അഷുർ ചെയ്യുക എന്നൊരു അർത്ഥമാണ് വേർബായിട്ട് വരുമ്പോൾ. അറഗൻസ്,
കുറച്ച് കൂടിയതാണ്. സ്വാഗർ എപ്പോഴും എന്താ പറയുക, കോൺഫിഡൻസ് പറയുമ്പോൾ കുറച്ച് മുന്തിയ രീതിയിലുള്ള നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സ്വാഗർ. കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ വെച്ചിട്ട് ബോസ്റ്റ്ഫുൾ ആയിട്ടുള്ള നേച്ചറില്ലേ, അതിനാണ് ബോസ്റ്റ് ചെയ്യുക, അതിനെയൊക്കെയാണ് സ്വാഗർ എന്ന വേർബ് പറയുക. വേർബിന് ബോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതായത് കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേർബായിട്ടേ ഓവർ കോൺഫിഡൻസ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുക. ഓക്കെ. ഡീം, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് ഡീം എന്നുള്ള. ഫോർമൽ യൂസിന് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു വാക്കാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫോർമലായിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്, ബട്ട് നമുക്ക് ഫോർമൽ റൈറ്റിംഗിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിഗാർഡ്, കൺസിഡർ, ജഡ്ജ്, ഫൈൻഡ് എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത വാക്ക് അബറേഷൻ. അബറേഷൻ മീൻസ് അനോമലി, എന്തോ ഒരു ഇറഗുലാരിറ്റി, ഓഡിറ്റി, ഡീവിയേഷൻ, ഡൈവേർജൻസ് എന്നൊക്കെയാണ് അബറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്ക് ഇമുലേറ്റ്. ഇമുലേറ്റ് മീൻസ് ഇമിറ്റേറ്റ് ചെയ്യുക, കോപ്പി ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, മിമിക് ചെയ്യുക, ഇമുലേറ്റ്. ഓക്കെ. അടുത്ത വാക്ക് ബോൾസ്റ്റർ. ബോൾസ്റ്റർ മീൻസ് സ്ട്രെങ്തൻ, സപ്പോർട്ട്, റീഇൻഫോഴ്സ്, ബൂസ്റ്റ്, ഫോർട്ടിഫൈ എന്നൊക്കെയാണ്. ഓക്കെ. ബോൾസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ, സപ്പോർട്ട്, റീഇൻഫോഴ്സ്, ബൂസ്റ്റ്, ഫോർട്ടിഫൈ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ. സോഫി, എന്താ PSC എക്സാം ഇംഗ്ലീഷിലോ? ഡിഗ്രി പ്രിലിംസിന്റെ, ഡിഗ്രി മെയിൻസ് ഒക്കെ ഇനി വരുന്നുണ്ടല്ലോ, അതിന്റെ ഡിഗ്രി മെയിൻസിന്റെ റിസൾട്ട് ഡിഗ്രി പ്രിലിംസിന് വന്നിട്ട് ഇത് വരും. അതൊക്കെ ഇംഗ്ലീഷിലും ഉണ്ട്, അതുപോലെ തന്നെ ഇതുമുണ്ട്. അല്ലാതെ ഇംഗ്ലീഷ് മാത്രം വെച്ചുകൊണ്ടുള്ള PSC എക്സാംസ് അങ്ങനെ വരാറില്ല നോർമലി. ഓക്കെ. കൂടുതലും PSC എക്സാംസ് എല്ലാ സബ്ജക്ട്സോട് റിലേറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ സോഫി, പേടിക്കേണ്ട കാര്യത്തിൽ. പിന്നെ SSC ഒക്കെ ട്രൈ ചെയ്യുക. SSC ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അല്ലേ, ധൈര്യമായിട്ട്. നമ്മൾ എന്തിനാ, വൈ ആർ വി ലിമിറ്റിംഗ് അവർ സെൽസ്? ഡോണ്ട് ലിമിറ്റ് യുവർ സെൽസ് കേട്ടോ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, SSC ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ഇപ്പോഴത്തെ എക്സാം ഒക്കെ മോഡിഫൈഡ് ആയി. ദെൻ വൈ ആർ യു ഗോയിങ് ബാക്ക്? പണ്ടത്തെ പോലെ PSC തന്നെ ഒതുങ്ങി നിൽക്കാം. SSC ലെവൽ ട്രൈ ചെയ്യാം, ബാങ്കിങ് ട്രൈ ചെയ്യാം. ഓക്കെ. ബാങ്കിങ് താല്പര്യം ഇല്ലെങ്കിൽ SSC എക്സാംസ് നോക്കുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. നൈഫ് പീപ്പിൾ ഓൾവേസ് ആർ എലൂസീവ്. അല്ലെ, നൈഫ് പീപ്പിൾ ആർ ഓൾവേസ് എലൂസീവ് ഫ്രം precarious situation കൊടുക്കുക. മൈ ഡോട്ടർ ഇസ് അറൌണ്ട് മീ വിത്ത് ഫെവിക്കോൾ. Let us check to avoid peril situation. അങ്ങനെ. A ditch is commonly used by my grandmother when I do any wrong thing. Okay. New generation girls are comparatively robust in previous years. Okay. All right. Her heartening nature saved everyone from peril. Okay. Hi, Ambli. The police assured the victim's family that they will reveal the convict. Okay. Paid Basil. അല്ലല്ല, നമ്മൾ പുതിയ തുടങ്ങുന്നതിൽ NJ, നമ്മൾ മലയാളം ബാച്ച് തുടങ്ങി, നമ്മൾ മലയാളം ഫാക്കൽറ്റീസാണ്. നിങ്ങൾ എനിക്കൊന്ന് NJ നോക്കിയത് ഏതാണെന്നറിയോ? കേരളയിൽ നോക്കണം. സ്റ്റേറ്റ് PSC കേരളയിൽ വരും, അവിടെയാണ് സ്റ്റേറ്റ് PSC കേരളയിൽ വരും, അവിടെ നമ്മുടെ കേരള ഫാക്കൽറ്റീസ് തന്നെയാണ് എടുക്കുന്നത്. അവിടെ പോയിട്ട് പാക്കേജ് എടുക്കരുത് കേട്ടോ. ഹിന്ദി എടുത്ത അവസാനം നമുക്ക് ഹിന്ദി അറിയില്ല, പണി വാളുവേ. സോ റിമെമ്പർ, അത് വേണ്ട. കാര്യം ഡൗട്ട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല, ലോക്കൽ ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ടേ. സോ ദാറ്റ്സ് ഇറ്റ്. മോഡൽ walk down the runway with swag. Okay. with swagger എന്ന് കൊടുക്കാം. Though they planned to swap goods on the stipulated time, the unfavorable circumstances further delayed the exchange. Okay. ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. Circumstances deferred the exchange further ഏറ്റവും അവസാനം കൊടുത്താൽ മതി കേട്ടോ. നൗഫലെ, CGLന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. വന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഏറെക്കുറെ 2 ആഴ്ച കഴിഞ്ഞു തോന്നുന്നു അല്ലേ? CGL നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇല്ല. സാധാരണ നമുക്ക് CGL അപ്ലിക്കേഷൻ ഡേറ്റ് 1 മന്തോളം വരുന്നതാണ്. ഒന്ന് ചെക്ക് ചെയ്യണേ അഗ്ന, ഒന്ന് ചെക്ക് ചെയ്യണേ. ഇന്ന് ഡേറ്റ് കഴിഞ്ഞോ ഒന്ന് ചെക്ക് ചെയ്യണേ. 2 വീക്സ് കഴിഞ്ഞു തോന്നുന്നു വന്നിട്ട്. 1 മന്തോളം നമുക്കുണ്ട് സാധാരണ. There are people who swagger themselves. Okay. Let me തന്നെയാണല്ലേ. Okay. Ebila, great. I like to swagger in tackling the problems. Okay. The deemed universities are provided several kinds of scholarship to its are provided. അവരല്ല പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് provided several kinds of scholarship to its students to bolster their capabilities. കേട്ടോ, അങ്ങനെ വേണം. He always swagger about his new job. Okay. അതെ, ഹിന്ദി ആദ്യം പഠിക്കേണ്ടി വരും, അതാ പ്രശ്നം വരിക. Everyone loves Dhoni swagger in cricket. Yeah. We should not emulate other people. We stand in our own way. We stand in our own way. We are stand അല്ല. ബ്ലൂ വിങ്സ് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് അഗ്ന. ഓക്കെ, അപ്ലൈ ചെയ്തോളൂ, കഴിഞ്ഞിട്ടില്ല എന്ന്. ഓക്കെ. His swagger led to his downfall. My daughter always tries to emulate me. Okay. ഡീംഡ് ആസ് ആണ്. ഡീംഡ് ആസ് ആണ് വരിക. യെസ്.
Deemed as, considered as, regarded as. Yes, Abila. Yes, you're right. അപ്പോൾ ഓക്കെ ആണല്ലോ. നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിളോട്ട് പോകാം. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് വൺ. പോൾസ്റ്റർ ആൻഡ് ലാസ്റ്റ് വേർഡ്. നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിളോട്ട് പോകാം. സോ ടുഡേസ് ആർട്ടിക്കിൾ ഈസ് അബൌട്ട് ഫ്രണ്ട് ഇൻ നീഡ്. ഇറ്റ്സ് എൻ അഡിജ് അല്ലെ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് അല്ലെ. അതൊരു അഡിജ് ആണ്. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് അഡിജ്. ഓക്കെ, ഫ്രണ്ട് ഇൻ നീഡ് അതാണ് നമ്മുടെ ആർട്ടിക്കിൾ കേട്ടോ. ദ ടീച്ചേഴ്സ് വേർഡ്സ് bolstered her confidence to a great extent. Great. Deeming his situation, he must rest for a month. Okay. Considering his situation. Great. Okay. 23rd Jan ആണ് കേട്ടോ. അഗ്ന സിജി പറഞ്ഞു 23rd Jan ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന്. സോ താങ്ക് യു സിജി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫ്രണ്ട് ഇൻ നീഡ് നമുക്ക് നോക്കാം. നോക്കിയോ, വേഗം പറഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് എവരി വൺ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം, നമുക്ക് 90+ ആൾക്കാരുണ്ട്, 95+ ആൾക്കാരുണ്ട്. ബട്ട് 35 ലൈക്സ്. മോശം. എവിടെ പോയി നിങ്ങളുടെ സപ്പോർട്ടൊക്കെ? ഓക്കെ. In actor's case, the victim got bolster from her friends. Okay. Sam tried to emulate Suresh Gopi's actions. Okay. We can bolster swagger in English speaking by watching Rindu ma'am's class. Oh, that's great. Mock interviews are conducted to bolster the swagger of aspirants. Emulating handwriting is very common behavior. All right. Let's start with our article, Friend in Need. So, India and Sri Lanka have shown an ability to quickly act on promises to each other. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യയും ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ എക്സ്റ്റേണൽ റിലേഷൻഷിപ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇന്ത്യ മറ്റ് കൺട്രീസുമായിട്ട് റിലേഷൻഷിപ്പ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നമ്മൾ നോക്കാൻ പോവാണ്. ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഹാവ് ഷോൺ, അവർ രണ്ട് ഷോ കഴിഞ്ഞു, ആൻ എബിലിറ്റി ടു ക്വിക്ക്ലി ആക്ട് ഓൺ പ്രോമിസസ് ടു ഈച്ച് അതർ. അപ്പോൾ ഒരു കഴിഞ്ഞാൽ ആക്ട് ഓൺ ചെയ്യാം, ആക്ട് അക്കോർഡിംഗ്ലി അല്ലേ, അക്കോർഡിംഗ് ടു ദ പ്രോമിസസ് ടു ഈച്ച് അതർ. ഇന്ത്യ എന്താണ് ശ്രീലങ്കയ്ക്ക് കൊടുത്ത പ്രോമിസും അതുപോലെ ശ്രീലങ്ക ഇന്ത്യക്ക് കൊടുത്ത പ്രോമിസും ഈച്ച് അതർ, രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അവർ തമ്മിൽ ആക്ട് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അത് അവർ ഉടനെ അവർ കാണിച്ചു എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർസ് വിർച്വൽ മീറ്റിംഗ് വിത്ത് ശ്രീലങ്കാസ് ഫിനാൻസ് മിനിസ്റ്റർ Basil Rajpaksha on Saturday with an assurance that India will support Sri Lanka in all possible ways for overcoming the economic and other challenges posed by COVID-19 pandemic was significant and timely. A crucial week lies ahead for the Sri Lankan economy when President Gotabaya Rajapaksa must make a decision on whether to service debts to bonds with an നോക്കാം. അപ്പോൾ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കറും നമ്മുടെ അതുപോലെ തന്നെ അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററായ ബേസിൽ രാജപക്ഷയും കഴിഞ്ഞ ദിവസം ഒരു വിർച്വൽ മീറ്റിംഗിൽ വന്നു, സാറ്റർഡേയിൽ കേട്ടോ. എന്നിട്ട് അവർ ഒരു അഷുറൻസ് കൊടുത്തു, ഉറപ്പ് കൊടുത്തു, പ്രോമിസ് കൊടുത്തു. ഇറ്റ്സ് എ വേർഡ് അല്ലെ, പ്രോമിസ്, ഗ്യാരണ്ടി കൊടുത്തു ദാറ്റ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യും, ശ്രീലങ്കയെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യും ഇൻ ഓൾ പോസിബിൾ വേസ്. പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ഓവർകം ചെയ്യും, ഹെൽപ്പ് ചെയ്യും. എന്തിനാണ്? ഓവർകമ്മിങ് ഇക്കണോമിക് ആൻഡ് അതർ ചാലഞ്ചസ് കോസ് ബൈ അല്ലേ, ഇതിന് കാരണമായ COVID-19 കാരണം അവർക്ക് വന്ന ഇക്കണോമിക് ആയിട്ടുള്ള അതുപോലെ തന്നെ മറ്റു ചലഞ്ചുകൾക്കൊക്കെ ഇന്ത്യയുടെ ഹെൽപ്പ് സപ്പോർട്ട് ഉണ്ടാകും എന്ന്, കോവിഡ് കാരണം വന്ന് ഇതിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യും, പരമാവധി പറ്റുന്ന രീതിയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ. ആൻഡ് അതൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് വാസ് ടൈംലി, ആപ്റ്റ് ആയിരുന്നു, പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു, കറക്റ്റ് ടൈമിൽ ഒരു ആക്ഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ക്രൂഷ്യൽ വീക്കാണ് നമ്മുടെ ശ്രീലങ്കൻ എക്കോണമിക്കുള്ളത് ഇനി മുന്നോട്ട്. കാര്യം എന്താ വെച്ചാൽ പ്രസിഡന്റ് അവിടുത്തെ പ്രസിഡന്റ് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല, എന്നാലും അദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വെദർ ടു സർവീസ് ഡെറ്റ്സ് സർവീസ് ചെയ്യണോ അതോ ടു ബോണ്ട്സ് വിത്ത് an installment of $500 million on January 18 or to default for the first time ever given the island's precarious finances. അപ്പോൾ അദ്ദേഹത്തിന് മുൻപിൽ ഒരാഴ്ച വരാൻ പോകുന്ന ആഴ്ച വലിയൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പീരീഡാണ്. ബിക്കോസ് ഡെറ്റ് ഉണ്ട്, $5 മില്യൺ ഡെറ്റ് ഉണ്ട്. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് സർവീസ് ചെയ്ത് അത് പേ ചെയ്യണോ ഓർ അത് ഡിഫോൾട്ട് ചെയ്യണോ, നോൺ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ടൈം എവർ. കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ വളരെ അൺസർട്ടൺ ഫിനാൻസ് ആണ്, ഇപ്പോൾ നമുക്ക് വളരെ റിലയബിൾ അല്ലാത്ത ഫിനാൻസ് ആണ് നമ്മുടെ ശ്രീലങ്കയ്ക്കുള്ള ബിക്കോസ് ഓഫ് ദിസ് ഈ COVID-19 പാൻഡമിക്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്.
അൺസർട്ടൺ ആണ് അദ്ദേഹം. അവിടുത്തെ ഫിനാൻസ് സ്റ്റെബിലിറ്റി ഒരു സ്റ്റേറ്റ്, ഫിനാൻസിൻ്റെ സ്റ്റേറ്റ് തന്നെ ഒരു അൺസർട്ടൺ ആയിട്ട് വളരെ ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പേയ്മെന്റ് നടത്തേണ്ടി വരുമോ ചെയ്യാതെ നിൽക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു കേട്ടോ. മിസ്റ്റർ ഗോതബായ ഇസ് എക്സ്പെക്ടഡ് ടു അഡ്രസ് പാർലമെന്റ് ദിസ് വീക്ക് ഓൺ ഹൗ വി വിൽ ഡീൽ വിത്ത് ഇക്കണോമിക് ക്രൈസിസ്. This includes a credit crunch, a slump in GDP spurred by COVID-19 losses to tourism, exports and remittances, foreign reserves that dwindled from 7.5 billion in 2019 to 1.6 billion dollar in November 2021, and pending debt repayments of more than $7 billion expected in 2022. അപ്പോൾ കണക്ക് ഒരുപാട് കണക്കുകൾ, പൈസയുടെ കണക്ക്. The most immediate problems come from rising unrest. In the preceding weeks, the Rajapaksa government, അപ്പോൾ നമുക്ക് ശ്രീലങ്കയുടെ കണക്കുകളെ പറ്റിയുള്ളതൊന്നും നമുക്ക് അറിയേണ്ട, നമുക്ക് എങ്ങനെയാണ് ഇന്ത്യ അതിനുള്ള ഹെൽപ്പ് ചെയ്തെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഓർത്താൽ മതി, ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇക്കണോമിക് ക്രൈസിസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശ്രീലങ്ക കോവിഡ് കാരണം. അപ്പോൾ ഒരുപാട് ഇതുണ്ട്, ടൂറിസം ഇൻഡസ്ട്രിക്ക് വന്ന പ്രശ്നം ഓർത്തുക, ശ്രീലങ്കയിലെ പ്രശ്നം, എക്സ്പോർട്ടിൻ്റെ പ്രശ്നം, കോവിഡ് കാരണം ലോസ് വന്ന എവിടേക്ക് ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ ശ്രീലങ്കയെ അഫക്റ്റ് ചെയ്തത് എന്ന് ഓർക്കുക. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ കണ്ടന്റ് കംപ്ലീറ്റ് പഠിച്ചൊന്നും വെക്കേണ്ട. ടൂറിസം, എക്സ്പോർട്സ്, റെമിറ്റൻസ്, ഫോറിൻ റിസർവ്സ്, അതിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നേക്കുന്നത്, മിറ്റിഗേറ്റ് ചെയ്യപ്പെട്ടത്, ലെസൺ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2021 മുതൽ 22 എടുക്കുമ്പോൾ ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള ഡെറ്റ് പേയ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് എന്തിനു കാരണമായി? അതിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഡിസ്റ്റർബൻസ് ആണ്. ഈ ഒരു COVID-19 സമയത്തിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് വരുന്നു, അതൊക്കെയാണ് ഈ പ്രോബ്ലത്തിന് കാരണമെന്ന് പറയുന്നു. അപ്പോൾ ഈ വരുന്ന വീക്കിൽ, പ്രിസീഡിങ് വരുന്ന അല്ലേ, നമുക്കറിയാം പ്രൊസീഡിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ടുള്ള അല്ലേ, ആഫ്റ്റർ ദാറ്റ് അതല്ലേ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. രാജപക്ഷ ഗവൺമെന്റിന് പ്രിസീഡിങ് എന്ന് പറഞ്ഞാൽ മുമ്പ് അല്ലേ, മുമ്പാണ്, ബിഫോർ ആണ്, വീക്സ് ബിഫോർ അല്ലേ, മുമ്പേ ഉള്ള വീക്കിൽ രാജപക്ഷ ഗവൺമെന്റ് റീച്ച്ഡ് ഔട്ട് ടു ഇന്ത്യയുമായിട്ട് റീച്ച് ഔട്ട് ചെയ്തു, ആൻഡ് ചൈന, ഇന്ത്യയിലും ചൈനയായിട്ടും റീച്ച് ഔട്ട് ചെയ്തത് കം ടു ആ ഫ്രണ്ട്ലി ടേം, അത് ഓക്കെ ആകാം, നമുക്കൊരു ഫ്രണ്ട്ലി ടേം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു റിലേഷൻഷിപ്പിൽ പോകാം എന്ന് പറഞ്ഞ് ഇന്ത്യയിലോട്ടും ചൈനയോട്ടും ഒന്ന് അവരെന്ത് ചെയ്തു, ഒന്ന് റീച്ച് ഔട്ട് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. വിച്ച് ആർ മോസ്റ്റ് ലൈക്ലി ടു ഹെൽപ്പ് ഗിവൺ ദെയർ റെസ്പെക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ ദ ഐലൻഡ്. കാര്യം ഏറ്റവും കൂടുതൽ ഇവർ റീച്ച് ഔട്ട് ചെയ്യാനുള്ള കാരണമുണ്ട്. എന്തുകൊണ്ടാണ്? ഇന്ത്യയും ചൈനയുമാണ് ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. കാരണം എന്താ? ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഈ ഐലൻഡിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. Okay, Mr. Gotabaya even received a visit from Chinese Foreign Minister Wang Yi, who discussed a full debt restructure of Sri Lankan borrowings. Beijing has also extended a currency swap arrangement of $1.5 billion. It was to India, however, that Mr. Rajapaksa turned with a humanitarian appeal and SOS. Mr. Jaishankar, Finance Minister Nirmala Sitharaman, and Mr. Basil decided on a four-pronged initiative that included lines of credit lock towards the import of fuel, food and നോക്കാം. അപ്പോൾ രണ്ട് കൺട്രീസിനെയാണ് അവർ അപ്രോച്ച് ചെയ്തത്. അപ്രോച്ച് ചെയ്ത രണ്ട് കൺട്രീസിനും ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് മറ്റേ നമ്മുടെ ഐലൻഡുമായിട്ട്, ശ്രീലങ്കുമായിട്ട്. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിന് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ റീച്ച് ഔട്ട് ചെയ്ത് ഉടനെ തന്നെ ഒരു വിസിറ്റ് കിട്ടി. ആരിൽ നിന്ന്? ഫോറിൻ മിനിസ്റ്റർ പുള്ളിക്കാരൻ ഓടി വന്നിട്ട് മീറ്റ് ചെയ്യാൻ റെഡിയായി. ആൻഡ് അതുപോലെ തന്നെ ഒരു ഫുൾ ഡെറ്റ് റീസ്ട്രക്ചറിന് ഹെൽപ്പ് ചെയ്യാൻ, ബോറോയിങ്സിന് വേണ്ടിയിട്ട് അതിനുള്ള ഹെൽപ്പ് തരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കറൻസി സ്വാപ്പ് റെഡിയാന്ന് പറഞ്ഞു. കറൻസി സ്വാപ്പ് വേണം നമുക്ക് റെഡിയാക്കാം, അതൊക്കെ സെറ്റാക്കാം, നോ പ്രോബ്ലം, അത് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചൈന ഓക്കെയാണ്, റെഡിയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജപക്ഷ എന്ന് പറയുന്ന കുറച്ചുകൂടി ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്പീലിലൂടെയാണ് വന്നത്. ഓക്കെ, ആൻഡ് ഇവരൊരു 4-pronged ഇനിഷ്യേറ്റീവ് ആണ് എടുക്കാൻ ശ്രമിക്കുന്നത്. 4-pronged എന്ന് പറഞ്ഞാൽ 4 dimensional പീസ് എന്നാണ് അർത്ഥം, പ്രോങ് എന്ന് പറഞ്ഞ്. അപ്പോൾ 4 dimensional ഇനിഷ്യേറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്തിൻ്റെയൊക്കെ പേരിലാണ്? ദാറ്റ് ഇൻക്ലൂഡഡ് ലൈൻസ് ഓഫ് ക്രെഡിറ്റ് ലോക്ക്. എന്തിനൊക്കെ ആയിട്ടാണ്? ഇമ്പോർട്ട് ഓഫ് ഫ്യൂവൽ. നമ്മൾ തമ്മിലൊരു അലയൻസ് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, അതുകൊണ്ടാണ് ഇമ്പോർട്ട് ഓഫ് ഫ്യൂവൽ, ഫുഡ് ആൻഡ് മെഡിസിൻസ്, കറൻസി സ്വാപ്പ് ആൻഡ് ഡെറ്റ് ഡെഫറൽസ് from India to Sri Lanka, as well as the conclusion of Trinco Oil Farms project. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്ത്യ ഒരു ഇത് വെക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ഫുഡ്, ഫ്യൂവൽ, മെഡിസിൻ, കറൻസി സ്വാപ്പ്, ഡെറ്റ് റെഫറൽസ്, അങ്ങനെയുള്ള ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു പാലങ്ങൾ ഇടുന്നത്, അവർ ഇടുന്ന പാലം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനൊക്കെയാണ്? ഫുഡ്, ഫ്യൂവൽ, മെഡിസിൻസ്, കറൻസി സ്വാപ്പ്, ഡെറ്റ് റെഫറൽസ് ഫ്രം ഇന്ത്യ
ടു ശ്രീലങ്ക. അതുപോലെ തന്നെ കൺക്ലൂഷൻ ഓഫ് ട്രിങ്കർ ഓയിൽ ഫാംസ്, അതാണ് ഫാംസ് പ്രോജക്റ്റ്, അതാണ് ഇവർ മുന്നോട്ട് വെച്ചേക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക നമ്മൾ ചർച്ചയിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറയാം. Then let's move to the next paragraph. Matters have moved swiftly since Mr. Basil's visit, and it is heartening that the Trincomalee project MOU was signed earlier this month after decades of delays. Subsequently, India has extended $400 million under the SARC currency swap arrangement and agreed to a partial deference of a $500 million settlement from Sri Lanka by 2 months. The $1.5 billion lock for essential imports is reportedly underway. It would be, അപ്പോൾ ഈ ഇന്ത്യ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇന്ത്യയും ശ്രീലങ്കയായിട്ട് കുറേ നാളായി ഡിലേ ചെയ്യപ്പെട്ട് കുറേ ഡെക്കേഡുകളായിട്ട് ഡിലേ ചെയ്യപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ ഡെക്കേഡുകളായിട്ട് ഡിലേ ചെയ്യപ്പെട്ട് കിടന്ന പ്രോജക്റ്റ് അവർ ഈ മന്തിൽ സൈൻ ചെയ്തു. അങ്ങനെ MOU സൈൻ ചെയ്തിട്ടുണ്ട്. ട്രിങ്കോമലെ പ്രോജക്റ്റിന് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കറൻസി സ്വാപ്പിങ്ങിന് വേണ്ടി അറേഞ്ച്മെൻറ്റും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സോ നിങ്ങൾ ഒരുപാട് ഡേറ്റ പഠിച്ചു വെക്കേണ്ട, നിങ്ങൾ ഏതൊക്കെ ഫീൽഡിലാണെന്നുള്ളൊക്കെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടിയാൽ മതി കേട്ടോ. സോ it would be naive to assure that New Delhi's assistance will paper over other problems in the complex relationship between India and Sri Lanka. Amongst other issues, the friction over fishermen's rights and pending political solution for war-torn Tamil areas remaining sticking points, while concerns over Colombo's strategic ties with China have often led to open disagreements. It is important to note, however, that in times of peril, New Delhi and Colombo have established a robust channel of communication and demonstrated an ability to act on promises quickly, proving that about friends and neighbors in need. അപ്പോൾ നോക്കാം, അപ്പം അത് വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ന്യൂഡൽഹിയുടെ അസിസ്റ്റൻസ് പേപ്പർ ഓവർ ചെയ്യും, കൺസീൽ ചെയ്യും അതർ പ്രോബ്ലംസ്. മറ്റ് പ്രോബ്ലംസിനൊക്കെ അങ്ങ് മൂടിക്കളയും, പാച്ചപ്പ് ചെയ്യും എന്ന് വിചാരിക്കുവാണെങ്കിൽ അത് നൈവാണ്. പാച്ചപ്പ് ചെയ്യും. നമ്മുടെ മറ്റ് പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ഫിഷർമെൻ്റെ പ്രോബ്ലംസ് ഒക്കെ ശ്രീലങ്കയായിട്ട് എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണയോട് നമ്മൾ പറഞ്ഞു, ഫിഷർ ബോട്ട്സ് പിടിച്ചെടുത്ത് ഫിഷർമെന്നെ ശ്രീലങ്ക തടവിലാക്കി എന്നൊക്കെ, തടവറയിലാണെന്നൊക്കെ നമ്മൾ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്നല്ല ഈ ഒരു കാര്യം കൊണ്ട് പെട്ടെന്നല്ല മൂടി വെക്കൂ എന്ന് വിചാരിക്കേണ്ട. റിലേഷൻഷിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലോട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട. എല്ലാ പ്രോബ്ലവും ന്യൂഡൽഹിയുടെ അസിസ്റ്റൻസ് കാരണം എല്ലാ പ്രോബ്ലം പെട്ടെന്ന് അങ്ങ് സോൾവ് ആയി, ഇതിൻ്റെയും എല്ലാ കോംപ്ലക്സ് റിലേഷൻഷിപ്പും പ്രോബ്ലംസും ഒക്കെ സോൾവ് ആയി എന്ന് വിചാരിക്കേണ്ട. അമംഗ് അതർ ഇഷ്യൂസ് ആലോചിക്കുക, അതിൻ്റെ സമയത്ത് നമ്മൾ അതിൻ്റെ മറ്റു വശം കൂടെ ചിന്തിക്കണമല്ലോ. അപ്പോൾ ഓർത്താൽ മതി, അമംഗ് അതർ ഇഷ്യൂസിൽ ഫിഷർമെൻസ് റൈറ്റ്സ്, ഫ്രിക്ഷൻ ഓവർ, പ്രഷർ ഓവർ. ഫിഷർമെൻസിൻ്റെ റൈറ്റ്സ് ഇപ്പോഴും നമുക്കവിടെ നമ്മുടെ ഇവിടെ കോസ്റ്റൽ ഏരിയ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ ഫിഷർമെൻസിൻ്റെ റൈറ്റ്സിനെ പറ്റിയുള്ളത് ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, സെറ്റാക്കിയിട്ടില്ല. ഫിഷർമെൻ റൈറ്റ്സ് ആൻഡ് പെൻഡിങ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓർ വാർ ടോൺ തമിഴ് ഏരിയാസ്. ഒരുപാട് വാർ ടോൺ തമിഴ് ഏരിയാസ് ഉണ്ട്. അതും വലിയ പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. അത് നമ്മൾ ഇതുവരെ ഒരു കംപ്ലീറ്റ് ആയി ഇതിലോട്ട് വന്നിട്ടില്ല. അത് ഇഷ്യൂസ് ഇപ്പോഴും നമ്മൾ ടാക്കിൾ ചെയ്തിരിക്കുകയാണ്. വൈൽ കൺസേൺസ് ഓവർ കൊളംബോ സ്ട്രാറ്റജിക് ടൈസ് വിത്ത് ചൈന ഹാവ് ഓഫൺ ലെഡ് ടു ഓപ്പൺ ഡിസഗ്രിമെന്റ്സ്. അതുപോലെ തന്നെ കൊളംബോയുടെ സ്ട്രാറ്റജിക് ടൈസ് ചൈനയുമായിട്ട് ടൈസ് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ്. അതും നമുക്കൊരു പ്രശ്നമായിട്ട് വന്നേക്കുവാണ്. അതും ഡിസഗ്രിമെന്റിന് കാരണമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതേസമയം വി ഹാവ് ടു നോട്ട് ചെയ്യണം. വി ഹാവ് ടു ഫോക്കസ് ഓൺ however that in times of peril, ഹസറിന്റെ സമയത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ ന്യൂ ഡൽഹി ആൻഡ് കൊളംബോ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എ സ്ട്രോങ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. ന്യൂ ഡൽഹി ആൻഡ് കൊളംബോ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എ സ്ട്രോങ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ആൻ എബിലിറ്റി ടു ആക്ട് ഓൺ പ്രോമിസസ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് അനുസരിച്ച് ചെയ്യാം, നടപ്പിലാക്കാവുന്ന ഒരു ഇത് വരുന്നു. അങ്ങനെ ഈ പ്രൂവ്ഡ് ദ അഡജ്, നമ്മുടെ പ്രോവർബ് പ്രൂവ് ചെയ്തേക്കുവാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ്, അതാണ് പ്രൂവ്ഡ് ദാറ്റ് അഡജ് അബൌട്ട് ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ് ഇൻ നീഡ്. സെയിങ്, പ്രോവർബ് അല്ലെങ്കിൽ സെയിങ് അവർ പ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് സജസ്റ്റീവ് ആണ്, അനലിറ്റിക്കൽ ആണെന്ന് പറയാം. ഇറ്റ്സ് നോട്ട് ആർഗ്യുമെന്റേറ്റീവ്. സജസ്റ്റീവ് ആയിട്ടുള്ള സജസ്റ്റീവ് എന്നും പറയാം. യെസ്, സജഷൻ ഉണ്ട് ഇതിൽ ഉറപ്പായിട്ടും. സോ അനലിറ്റിക്കൽ എന്ന് പറയാം. ഇതിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം കറക്റ്റായിട്ട് ടോൺ ഉണ്ട്. അതുപോലെ തന്നെ സജസ്റ്റീവ് ആണ്. അങ്ങനെയായിട്ടുള്ള ഒരു ടോണിലുള്ള നമ്മുടെ ഒരു ആർട്ടിക്കിളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സജസ്റ്റീവിനേക്കാളും വേണമെങ്കിൽ എനിക്കൊരു ലിമിറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ,
നറേറ്റീവ് എന്ന് പറയേണ്ട, ഡിസ്ക്രിപ്റ്റ്. ഇറ്റ്സ് നോട്ട് നറേറ്റീവ്. നറേറ്റീവ് ഒരു നറേഷൻ പറയുന്നതല്ല. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ. അനലിറ്റിക്കൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് പ്രോബ്ലത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആണ് അനലിറ്റിക്കൽ എന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് നറേറ്റീവ്. നറേറ്റീവ് എസ് ഇതല്ല. നറേറ്റീവ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഇതല്ല. ഇറ്റ്സ് നോട്ട് നറേറ്റീവ് കേട്ടോ, നറേറ്റീവ് അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണോ? എങ്കിലും ഒരു തംസ് ഇട്ടേ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കറൻസി എന്താ പറയുക, സ്വാപ്പ് ചെയ്യുന്ന സ്വിച്ച് ട്രേഡ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാണ്, കറൻസി ട്രേഡ് ചെയ്യുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ട്രാൻസാക്ഷൻ്റെ പരിപാടി. യെസ് യാ ക്ലിയർ ആണല്ലോ? എബില, ഫോർമൽ ഇൻഫോർമൽ വേർഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദർ ആർ സോ മെനി വേർഡ്സ്, ഫോർമൽ വേർഡ്സ് ഉണ്ട്. ഗിവ് എന്ന വാക്ക് ഞാൻ തന്നെ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്. ഗിവ് എന്ന വാക്ക് ഫോർമൽ അല്ല, ഇൻഫോർമലാ. പക്ഷെ പ്രൊവൈഡ് ഇസ് എ ഫോർമൽ വേർഡ്. ബിസിനസ് ഇംഗ്ലീഷ് ആൻഡ് നമ്മുടെ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇംഗ്ലീഷ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകൾ നമ്മൾ റൈറ്റിംഗിൽ വരുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് വേർഡുകൾ ഉപയോഗിക്കും. ഗിവ് എന്ന് പറയുന്നതിന് പകരം പ്രൊവൈഡ് എന്ന യൂസേജ് വരും. ഗെറ്റിന് പകരം റിസീവ് എന്ന വാക്ക് ഉപയോഗിക്കും. ലൈക്ക് വൈസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതിലാണ് ഞാൻ ഡീം എന്ന് പറഞ്ഞത്. റിഗാർഡിൻ്റെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് വേർഡാണ് ഡീം. ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ലാസ്റ്റ് ഡേയ്സ് സ്പോട്ട് ദർ ക്വസ്റ്റ്യൻ. SC should restrain political parties of using any lapse in PM security for poll propaganda. പറഞ്ഞോളൂ. നെറേറ്റീവ് ട്രാവലോഗ് പോലെ തന്നെ ഒരു നറേറ്റർ ഉണ്ടാവും. നറേറ്റർ കണ്ട കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതാണ് നറേറ്റീവ്. യെസ്, ഓക്കെ, ക്ലിയർ? പറഞ്ഞു. എന്താണ് ഇവിടുത്തെ എറർ എന്ന് പറയൂ. ഇവിടുത്തെ എറർ എന്താണ്? സുപ്രീം കോർട്ട് ഷുഡ് റിസ്ട്രെയിൻ പൊളിറ്റിക്കൽ, ഇന്ന് ഒരുപാട് താമസിച്ചേ, ഷുഡ് റിസ്ട്രെയിൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് യൂസിങ് എനി ലാപ്സ് ഇൻ PM സെക്യൂരിറ്റി ഫോർ പോൾ പ്രൊപ്പഗാൻഡ. പറയൂ, ആൻസർ പറയൂ എവരിവൺ, പറയൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. യെസ്, റിസ്ട്രെയിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റിസ്ട്രെയിൻ ചെയ്യണം, എതിർക്കണം എന്നുള്ളതാണ് അല്ലേ? റിസ്ട്രെയിൻ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. റിസ്ട്രെയിൻ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക എന്നൊക്കെയല്ലേ? റിസ്ട്രെയിൻറ്റിന്റെ വേർബല്ലേ റിസ്ട്രെയിൻ? പ്രൊഹിബിറ്റ് ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ റിസ്ട്രെയിൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് അല്ല, ഫ്രം. ഒരാളെ റിസ്ട്രെയിൻ ചെയ്യാണ്, പ്രൊഹിബിറ്റ് ചെയ്യാണ്. ഫ്രം ആണ് കേട്ടോ. യെസ്, റിസ്ട്രെയിൻ ഫ്രം, നോട്ട് റിസ്ട്രെയിൻ ഓഫ്. റിസ്ട്രെയിൻ എന്ന വേർബിന്റെ കൂടെ ഓർത്ത് വെച്ചോണം. റിസ്ട്രെയിൻ എന്ന വേർബിന്റെ കൂടെ ഫിക്സഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഫ്രം. റിസ്ട്രെയിൻ ഫ്രം. All right, clear I guess? Fixed preposition എന്നുള്ള ചോദ്യമായിരുന്നു. Moving on to today's question. ഇതാണ്. Over 2 seasons, India coped up with a fragile middle order. Over 2 seasons, India coped up with a fragile middle order. സ്ക്രീൻഷോട്ട് എടുത്തോളാം. ആൻസർ കോമന്റ് സെക്ഷൻ തരിക. ഇവിടെയല്ല, കോമന്റ് സെക്ഷനിൽ. സോ താങ്ക് യു സോ മച്ച്. സി യു അഗൈൻ ടുമോറോ. നാളെ കാണാം. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരെ ജോയിൻ ചെയ്യുക. കേരള PSC ഷോർട്ട് സെലക്ഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര്. Thank you everyone for your support, your participation. Recorded കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, സ്റ്റേ കണക്റ്റഡ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ ഓൾവേസ് ഗിവ് എ റിപ്ലൈ, പേടിക്കേണ്ട കാര്യത്തിൽ. ആൻഡ് ഷെയർ ഇറ്റ് എമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലൊക്കെ എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കാം കേട്ടോ. അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നമുക്ക് ഒരുപാട് ഫ്രീ ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ ഡെയിലി കിട്ടും. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ കിട്ടും, നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഫ്രീ ക്വിസസും അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോണസ് പോയിന്റ്സ് കിട്ടും, കോയിൻസ് കിട്ടും. അത് റിഡീം ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും റിഡക്ഷൻ കിട്ടും. ഇറ്റ്സ് എ വെരി ഇഫക്റ്റീവ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആപ്പ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ അല്ലാത്തവർ വെബ്സൈറ്റിലൂടെ കാണാം, കേൾക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് അഗൈൻ ആൻഡ് സ്റ്റേ കണക്റ്റഡ്. മറക്കണ്ട. അതുപോലെ തന്നെ റിമെമ്പർ, stay safe and healthy. Enjoy your day. Bye-bye.